ഇപ്പോൾ നമ്മൾ വിശദമായി ഇന്നത്തെ വാർത്താ ദിനത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ രാവിലെയിൽ നമ്മൾ ആദ്യം പോകുന്നത് കർക്കിടക വാവ് ദിവസമാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് നമുക്കൊന്ന് പോകണം. ഇന്ന് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലും സ്നാനഘട്ടങ്ങളിലും എല്ലാം പിതൃതർപ്പണ ചടങ്ങുകൾ നടക്കുകയാണ്, പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രമായ വർക്കല പാപനാശത്ത് പുലർച്ചെ 3 മണി മുതൽ ബലിതർപ്പണം തുടങ്ങി. ബലിതർപ്പണം നടത്താൻ വർക്കല പാപനാശത്തേക്ക് 100 കണക്കിന് വിശ്വാസികളാണ് എത്തുന്നത്. അപ്പോൾ വർക്കലയിലെ കാഴ്ചകൾ നമുക്ക് നോക്കണം. മറ്റൊരു തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് തിരുവല്ലം. അവിടെ നിന്നുള്ള വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകണം. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മറ്റ് പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലേക്കും പോകാം. ആദ്യം ജിഷാദ് വളാഞ്ചേരിയാണ് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ജിഷാദ്, ഗുഡ് മോർണിംഗ്. ജിഷാദ്, ഏത് പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ നിന്നാണ് ചേരുന്നത്? പുലർച്ചെ 2:30 തന്നെ ഇത്തവണ ചടങ്ങുകളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് അവിടുത്തെ തിരക്കൊക്കെ? ആര്യ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിലാണ്. രാവിലെ മുതൽ തന്നെ ഇവിടെ ബലിതർപ്പണം ആരംഭിച്ചിട്ടുണ്ട്. 10,000-കണക്കിന് ആളുകളെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിലെ കടവുകളിൽ ബലിതർപ്പണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർക്കിടക ബാഹുബലിയോടനുബന്ധിച്ച് പുലർച്ചെ മുതൽ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. കേരളത്തിലെ പ്രധാന പിതൃതർപ്പണ കേന്ദ്രങ്ങളൊന്നാണ് തിരുനാവായ. ത്രിമൂർത്തി സംഗമസ്ഥാനം എന്ന നിലയിൽ ഹൈന്ദവ വിശ്വാസികൾക്ക് ഏറെ പ്രാധാന്യമുള്ളതാണ് ഈ തിരുനാവായ അമ്പലം. കഴിഞ്ഞ ദിവസം രാമായണ മാസം ആരംഭിച്ചതും ഇത്തവണത്തെ ബലിതർപ്പണത്തിന് ഭക്തജനങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. പുലർച്ചെ 2 മണിയോടെ ആരംഭിച്ച ചടങ്ങുകൾ 16ഓളം കർമ്മികളും അതുപോലെ തന്നെ പരികർമ്മികളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്രതാനുഷ്ഠാനങ്ങളെത്തിയ ഭക്തർ തങ്ങളുടെ പ്രതികൾക്കായി മോക്ഷം ലഭിക്കുന്നതായി ബലിതർപ്പണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭക്തർക്ക് പ്രഭാത ഭക്ഷണം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രതിശാന്തിക്കായി തിലാഹോമം, സായുജ പൂജ തുടങ്ങിയ വഴിപാടുകളും നടന്നുവരുന്നു. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി, അതായത് തമിഴ്നാട്, കർണാടക എന്നീ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തെ നിരവധി ആളുകളാണ് തിരുനാവായിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, അതായത് തന്റെ പ്രതികൾക്കായി അതായത് ബലിതർപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തിരുനാവായിൽ മഴ കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഫയർഫോഴ്സ് അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ബോട്ടടക്കം സജ്ജീകരിച്ച ഒരു സ്ഥിതിയുണ്ട്. വരുന്ന അതായത് ഇനി ഒരു 1,00,000 ആളുകളെയാണ് തിരുനാവായിലേക്ക് പ്രതീക്ഷിക്കുന്നത്. ആര്യ, എന്തായാലും പിതൃതർപ്പണ ചടങ്ങുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, നമ്മുടെ ജിഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരതപ്പുഴയുടെ തീരത്തുള്ള വളരെ പുരാതനമായിട്ടുള്ള ഐതിഹ്യങ്ങൾ ഒരുപാട് നിറഞ്ഞിട്ടുള്ള ക്ഷേത്രമാണ്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള വിശ്വാസികൾ മാത്രമല്ല, ജില്ലയ്ക്ക് പുറത്തുമുള്ള ഒരുപാട് വിശ്വാസികൾ എത്തുന്ന ഒരു കേന്ദ്രമാണ്. അത്തരത്തിൽ വലിയൊരു തിരക്ക് തന്നെയല്ലേ ജിഷാദ് അവിടെ ഉള്ളത്? പോയ വർഷത്തെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സമാനമായ രീതിയിൽ തന്നെ ഇത്തവണയും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഭയങ്കര തിരക്കാണ്. രാവിലെ പുലർച്ചെ 2 മണി മുതൽ തന്നെ നല്ല തിരക്ക് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി തങ്ങളുടെ പ്രതികൾക്ക് ബലിതർപ്പണം നടത്തുന്നതിനായി അവർ കാത്തു നിൽക്കുകയാണ്. എവിടെ വരുന്നത്? വൈലത്തൂര്. പ്രാവശ്യം ബലിതർപ്പിക്കുമോ? എത്ര നേരത്തോടു കൂടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അപ്പൊ വന്നു ഇവിടെ 4 മണിക്ക് എത്തിയതാണ്. റെസീറ്റൊക്കെ കിട്ടിയോ? ചടങ്ങുകളൊക്കെ എത്ര ടൈം കൊണ്ട് കഴിയുന്നതാണ്? ഞങ്ങൾ ഏകദേശം ഒരു 5 മണിക്കൂറോളാവും ക്യൂല് നിൽക്കുന്നത്. 5 മണിക്കൂറായി നിൽക്കുന്നത്. എത്ര ടൈം പിടിക്കുന്നതാണ് ആലോചിക്കുന്നത്? ഇല്ല, കുറച്ച് സമയം കൂടെ ഉണ്ടാവും. വ്രതാനുഷ്ഠാനൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നോ? എവിടുന്നാ വരുന്നത് അമ്മ? എല്ലാരും എടുത്തു വൈലത്തൂരിൽ തന്നെ. ബലിതർപ്പിച്ചോ? ഇല്ല, എന്റെ ധർമ്മിക്കാൻ പോണ. ആർക്ക് വേണ്ടിയിട്ടാണ് പ്രാവശ്യത്തെ? അച്ഛനമ്മയും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷം എവിടുന്നാ വരുന്നത്? ഞങ്ങള് കോഴിക്കോട് രാമനാട്ട് കരയുന്നത്. കോഴിക്കോട്. എപ്പോ പുറപ്പെട്ടുന്നല്ല? ഞങ്ങൾ ഇന്ന് രാവിലെ 4 മണിക്ക് പുറപ്പെട്ടുണ്ട്. ഞങ്ങൾ പോകുന്ന ഒരു ബാച്ചാ. ഞങ്ങൾ വർഷങ്ങളായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്. എത്ര രാവിലെ മുതൽ നിൽക്കൽ തുടങ്ങിയതാണോ? ഇല്ല, ഞങ്ങളൊരു 1 മണിക്കൂറായി. ലഭിച്ചു. കഴിഞ്ഞ ഉടനെ നേരെ പോകും. ശരീരമൊക്കെ റെഡിയായിട്ടിരിക്കും. ഇവരെല്ലാം അതായത് 5 മണിക്കൂറൊക്കെ ക്യൂവിൽ നിന്ന ഒരു സാഹചര്യമുണ്ട്. മഴ കൂടുന്ന സ്ഥിതിയുണ്ട്. പ്രശ്നമാണല്ലോ ജിഷാദ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും വലിയ മഴയാണ് വടക്കൻ കേരളത്തിലെല്ലാം ഉള്ളത്. ഇന്നും അതിശക്തമായ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് മുന്നിലുള്ളത്. തൽക്കാലത്തേക്ക് ഒരു
ആളുകൾക്ക് അത്രത്തോളം ദുരിതം ഉണ്ടാക്കുന്ന തരത്തിൽ മഴ അവിടെ പെയ്യുന്നില്ലല്ലേ? അരിയ മഴ പെയ്യുന്നില്ലെങ്കിലും അതായത് ഭാരതപ്പുഴയിലെ ജലനീരൊഴുപ്പ് കൂടുതലാവുന്ന ഒരു സ്ഥിതിയുണ്ട്, ഒഴുക്ക് കൂടുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഭക്തരുടെ സുരക്ഷ കണക്കിലെടുത്ത് അതായത് ഫയർഫോഴ്സ് സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് കാണാം ഒരു കയറ് കെട്ടിയ ഏരിയന്റെ അകത്തു നിന്നാണ് കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കുത്തൊഴുക്ക് നേരിടുന്നുണ്ട്. അത് കാരണം തന്നെ ഭക്തരെ അത്രയും അതായത് സുരക്ഷാ സംവിധാനങ്ങളിലേക്ക് അപ്പുറത്തേക്ക് കടക്കാൻ അതായത് ക്ഷേത്ര ജീവനക്കാരും അതുപോലെ തന്നെ സുരക്ഷാ സംവിധാനങ്ങളും അനുവദിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെയാണ് ഇവിടുത്തെ ബലിതർപ്പണം നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 10,000-കണക്കിന് ആളുകളാണ് ഈ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ എത്തുന്നത്. ത്രിമൂർത്തി സംഗമസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന തിരുനാവായയിലെ ആണ് ഇപ്പോൾ നമ്മളുള്ളത്. എന്തായാലും ഭക്തജനങ്ങൾക്ക് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാണ് ഈ ബലി തർപ്പണം നടന്നുകൊണ്ടിരിക്കുന്നത്. 16 കർമ്മികളും പരികർമ്മികളും ഇവിടെ നേതൃത്വം നൽകുന്നുണ്ട്. നല്ല തിരക്കുമുണ്ട്, അതായത് മഴ കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ അതായത് 50,000-ന് മുകളിലേക്കുള്ള ആളുകളെയാണ് ക്ഷേത്രത്തിൽ പ്രതീക്ഷിക്കുന്നത്. രാവിലെ മുതൽ തന്നെ പ്രഭാത ഭക്ഷണം ക്ഷേത്രത്തിന്റെ വകയായി ഒരുക്കിയിട്ടുണ്ട്. ആര്യ. ജിഷാദ് വളാഞ്ചേരിയാണ് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. നേരത്തെ ജിഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഐതിഹ്യപരമായി ഒരുപാട് വിശേഷണങ്ങളുള്ള അത്രത്തോളം പുരാതനമായ ഒരു ക്ഷേത്രമാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം ത്രിമൂർത്തി സംഗമം സ്ഥാനം എന്ന നിലയിലാണ് ഈ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം അറിയപ്പെടുന്നത്. മഹാവിഷ്ണുവാണ് അവിടെ പ്രധാന പ്രതിഷ്ഠയായി എത്തുന്നത്. അവിടെ മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിലാണ് ക്ഷേത്രം ഉള്ളത്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള വിശ്വാസികൾ മാത്രമല്ല, സംസ്ഥാനത്ത് ഒരുപാട് ജില്ലകളിൽ നിന്നുള്ള ആളുകളൊക്കെ ഈ തിരുനാവായ ക്ഷേത്രത്തിലേക്ക്, ആ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം അത്തരത്തിൽ ആയതുകൊണ്ട് തന്നെ അവിടേക്ക് പിതൃതർപ്പണ ചടങ്ങുകൾക്കായി എത്താറുണ്ട്. പ്രത്യേകിച്ച് സമീപ ജില്ലകളിൽ, മലപ്പുറം ജില്ലയുടെ സമീപ ജില്ലകളിലുള്ള വിശ്വാസികളെല്ലാം അവിടേക്ക് എത്തുന്നുണ്ട്. 50,000-ഓളം വിശ്വാസികളെയാണ് ഇത്തവണ അവിടെ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വേണ്ട ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. മഴ തൽക്കാലം ഒന്ന് മാറി നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ പോലും നല്ല കുത്തൊഴുക്കുണ്ട് ഭാരതപ്പുഴയിൽ. അതുകൊണ്ട് തന്നെ അധികം പുഴയിലേക്ക് ഇറങ്ങി ചടങ്ങുകൾ നിർവഹിക്കാൻ അനുവദിക്കുന്നതല്ല. ഫയർഫോഴ്സിന്റെ ക്രമീകരണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ നേരത്തെ തന്നെ അവിടെ പൂർത്തിയായിട്ടുമുണ്ട്. എന്തായാലും അവിടെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇനി സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നായ ആലുവ മണപ്പുറത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഡാനി പോൾ നമുക്കൊപ്പം ചേരുകയാണ് ആലുവ മണപ്പുറത്ത് നിന്ന്. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. ഈ കർക്കിടക വാവ് ദിവസം മാത്രമല്ല, അതിനപ്പുറം ഈ ബലിതർപ്പണത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അവിടെ അത്രത്തോളം തിരക്ക്, നമുക്ക് വിവരിക്കാൻ കഴിയാത്തതിനപ്പുറം തിരക്കിലേക്കൊക്കെ പല സമയത്തും കാര്യങ്ങൾ പോകാറുണ്ട്. ഇത്തവണ എങ്ങനെയാണ് മണപ്പുറത്തെ കാഴ്ചകൾ? ആര്യ, ഇന്ന് നല്ല മഴ ജില്ലയിലുണ്ട്. ഇവിടെയും ഒട്ടും സ്ഥിതി വിഭിന്നമല്ല. ആലുവ തീരത്തേക്ക് വരുമ്പോൾ, പെരിയാറിന്റെ തീരത്തേക്ക് വരുമ്പോൾ ഒട്ടും സ്ഥിതി മോശമല്ല. നല്ല മഴ തന്നെ പെയ്യുന്ന ഒരു അന്തരീക്ഷമാണ്. നമുക്കാണ് എനിക്ക് പിറകിലുള്ള ഈ സ്നാന പടവുകളിൽ ബലിതർപ്പണ ചടങ്ങുകൾ ഇന്ന് പുലർച്ചെ 2:30 മണിയോടുകൂടിയാണ് തർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. ഏതാണ്ട് 60ഓളം ബലിത്തറകൾ ഇതിനുവേണ്ടി കർമ്മങ്ങൾക്ക് വേണ്ടി അടക്കം തയ്യാറാക്കിയിട്ടുണ്ട്. ഈ കാണുന്ന തിരക്ക് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം രാവിലെ എത്തുന്ന ഇന്നലെ, അതായത് വളരെ പുലർച്ചെ മുതൽ തന്നെ ഇവിടെ ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്തു. ഇല്ലശ്ശേരി ശങ്കരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് കർമ്മങ്ങൾക്ക് തുടക്കമായത്. അതിനുശേഷം അവിടേക്ക് വലിയ രീതിയിൽ തന്നെ വിശ്വാസികളുടെ ഒരു ഒഴുക്ക് തന്നെയാണ് ഉണ്ടാകുന്നത്. മഴ കണക്കിലെടുത്തുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിപുലമാക്കിയിട്ടുണ്ട്. ഇവിടെ ഫയർഫോഴ്സിനും പോലീസിനും എല്ലാം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പെരിയാറിൽ നമുക്കറിയാം നീരൊഴുക്ക് വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. അതുകൊണ്ട് ഈ സ്നാന പടവുകൾക്ക് ഇപ്പുറത്തേക്ക് അവിടെ സുരക്ഷാ വേലി നിർമ്മിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ആരും കടക്കരുത് എന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 500ഓളം പോലീസുകാരെയാണ് ഇവിടെ ഈ പരിസരത്ത്, മണപ്പുറത്തും പരിസരത്തുമായിട്ട് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ളത്. സുരക്ഷാ സംവിധാനങ്ങൾ കുറ്റമറ്റതാക്കി ആണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇന്ന് പുലർച്ചെ മുതൽ തുടങ്ങിയ ചടങ്ങുകൾ ഇന്ന് ഏതാണ്ട് ഉച്ച വരെ അത് നീണ്ടു നിൽക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും വലിയ തിരക്കുകൾ, വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ ആളുകൾ, നിരവധിയായ ആളുകൾ ഇവിടേക്ക് എത്തും. പലതുകൊണ്ടും
എല്ലാവർക്കും തന്നെയും പ്രിയപ്പെട്ടതും പ്രധാനപ്പെട്ടതും പ്രത്യേകതകളുമുള്ളതാണ് പെരിയാറിൻ്റെ ഈ തീരത്തെ ബലിതർപ്പണ ചടങ്ങുകൾ എന്ന് പറയുന്നത്. പിതൃമോക്ഷ ചടങ്ങുകൾക്ക് വേണ്ടി അല്ലാതെയും ഇവിടേക്ക് ഈ ദിവസങ്ങളിലല്ലാതെയും നിരവധി പേർ എത്തിച്ചേരുന്ന ഒരിടം ആണ് ഇത്. വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളാവുമ്പോഴേക്കും കൂടുതൽ പേർ ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ എല്ലായിടത്തും തന്നെ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 40ഓളം ബലി തർപ്പണത്തിന് വേണ്ടിയുള്ള ബലി തറകൾ ഇവിടേക്ക് ഒരുക്കിയിരിക്കുന്നു. ഇവിടെ വിവിധ കർമ്മികളുടെ നേതൃത്വത്തിലുള്ള ചടങ്ങുകളുമെല്ലാം തന്നെ നടക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തന്നെയും ഈ പെരിയാറിലെ ഒരു നീരൊഴുക്ക് അതുകൊണ്ട് തന്നെ അത്തരമൊരു മുന്നറിയിപ്പ് സംവിധാനങ്ങളെല്ലാം തന്നെ നൽകിയിരുന്നു. ഒപ്പം തന്നെ ഇവിടേക്ക് ഭക്തജനങ്ങൾക്ക് ഇവിടേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി കൂടുതലും ചെളി നിറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നുകൊണ്ട് അതിനു വേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങൾ, അത് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങളുമെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിരുന്നു. ഒപ്പം ഇവിടേക്ക് എത്തിച്ചേരുന്നതിന് KSRTC ബസ്സും അതോടൊപ്പം തന്നെ മെട്രോ സർവീസും അടക്കം അധിക സർവീസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അത്ര കണ്ട ആളുകൾ വിവിധ പ്രദേശങ്ങളിൽ നിന്നടക്കം ഇവിടെ ഈ പെരിയാറിൻ്റെ സ്നാനപ്പടവുകളിലേക്ക് ഇവിടേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു മുൻകരുതലും കാര്യങ്ങളുമെല്ലാം തന്നെ ഇവിടെ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിലാണ് ആ കാര്യങ്ങളിവിടെ ക്രമീകരിച്ചിരിക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, ജില്ലയിലെ തന്നെ പ്രധാന കേന്ദ്രങ്ങളിൽ ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമമുണ്ട്. അദ്വൈതാശ്രമത്തിൻ്റെ പടവുകളിലും ഇതുപോലെ തന്നെ ബലിതർപ്പണത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളുമെല്ലാം തന്നെ ഏർപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാം, ഈ കാണുന്നൊരു തിരക്ക് വലിയ രീതിയിലുള്ള ഒരു തിരക്കായി മേഖലയിലെല്ലാം തന്നെയുണ്ട്. രാവിലെ മുതൽ തുടങ്ങിയ ആ തിരക്ക് ഇപ്പോഴും തന്നെ നീണ്ടുപോവുകയും ചെയ്യുന്നു. നല്ല മഴയും കാലാവസ്ഥ തീർത്തും പ്രതികൂലമാണ്. പക്ഷെ അതൊന്നും ഈ ഒരു ചടങ്ങുകളിലേക്ക് എത്തുന്നതിന് ആർക്കും തന്നെ ഒരു തടസ്സമാകുന്നില്ല. കാരണം ഇവിടേക്ക് വന്നു പോവുക എന്നത് അത് പിതൃക്കൾക്ക് വേണ്ടിയുള്ള മോക്ഷ ചടങ്ങുകളിൽ ഇവിടെ വന്ന് കർമ്മങ്ങൾ ചെയ്തു പോകുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇവിടേക്കോ ഈ ദിവസങ്ങളിലേക്ക് ഇവിടേക്ക് എത്തുക എന്നത് തന്നെ ഒരു തീർത്ഥാടനം പോലെ തന്നെ നടക്കുക, മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് കാലാവസ്ഥ പ്രതികൂലമാകുന്നില്ല. വളരെ ചുരുക്കം ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇവിടെ ഈ ബലിതർപ്പണ ചടങ്ങുകൾക്ക് അന്ന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. വെള്ളപ്പൊക്കം അടക്കമുള്ള കാര്യങ്ങൾ 2018 ആ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് അത്തരമൊരു ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും എല്ലാം ഉണ്ടായിരുന്നത്. അതിനുശേഷം മറ്റൊന്നുമില്ല. അത് ഇവിടം എന്തുകൊണ്ടും ഇവിടേക്ക് കടന്നു വരുന്ന കൂടുതൽ ഭക്തജനങ്ങൾക്ക് ഇവിടേക്ക് കടന്നു വരുന്ന അവർക്ക് വൈകാരികമായി ഏറെ അടുപ്പമുള്ള ഒരിടം കൂടിയാണ് പെരിയാറിൻ്റെ തീരങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഇനിയിപ്പോൾ തിരക്ക് കൂടി വരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഏതാണ്ട് 10 മണിവരെയും വലിയ രീതിയിലുള്ള തിരക്ക് ഇവിടെ അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, അവിടെയും മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് പെരുമ്പാവൂരിലുള്ളത്. അവിടെയും ബലിതർപ്പണ ചടങ്ങുകൾക്ക് വേണ്ടി വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരിടമാണ്. മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ച അദ്വൈതാശ്രമത്തിൻ്റെ കൽപ്പടവുകൾ, ഇവിടെയെല്ലാം തന്നെയും ഈ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതുപോലെ തയ്യാറാക്കിയ ബലിതർപ്പണ ചടങ്ങുകൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഇടങ്ങളാണ്. ഇവിടെ അത്തരം ബലിത്തറകളിൽ പ്രാർത്ഥനകളും പൂജകളും എല്ലാം തന്നെ നടക്കുകയാണ്. ഈ ചടങ്ങുകളിലേക്ക് ഭക്തർ കടക്കുന്നു. പിതൃമോക്ഷ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ എല്ലായിടത്തും തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇതുപോലെ 40-ലധികം ബലിത്തറകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വലിയ തിരക്ക് ഇവിടെയും അനുഭവപ്പെടുന്നു. തീർത്തും പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ്. പക്ഷേ വലിയ തിരക്ക് തന്നെയാണ് പെരിയാറിൻ്റെ തീരങ്ങളിൽ ഉള്ളത്. ഇവിടേക്ക് കടന്നു പോകുന്നതിന് വേണ്ടി വരുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം വിപുലമാക്കിയിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ. അതോടൊപ്പം തന്നെ ഇവിടേക്ക് ആളുകൾക്ക് വന്നു പോകുന്നതിനുള്ള യാത്രാ സൗകര്യങ്ങൾ അടക്കം വളരെ വലിയ തയ്യാറെടുപ്പോടുകൂടി തന്നെയാണ് ഈ കർമ്മങ്ങളും അടക്കം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ആര്യ, യെസ്, ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പിതൃക്കളുടെ മോക്ഷത്തിനായി ഇന്ന് ബലിതർപ്പിക്കുക, അതിനുവേണ്ടി തെരഞ്ഞെടുക്കുന്ന സ്ഥലവും അത് വിശ്വാസികളെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരത്തിൽ ആലുവ മണപ്പുറം വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട, അവർക്ക് വിശ്വാസമുള്ള ഒരു കേന്ദ്രം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിശ്വാസികളാണ് ഇന്നത്തെ ഈ ഒരു ദിവസം അവിടേക്ക് എത്തുന്നത്. അതിനപ്പുറം ഡാനി നേരത്തെ സൂചിപ്പിച്ചു, ഈ പ്രതികൂലമായ സാഹചര്യത്തെയൊക്കെ, കാലാവസ്ഥാ സാഹചര്യത്തെയൊക്കെ മറികടന്നുകൊണ്ടാണ് അവിടേക്ക് വിശ്വാസികൾ ഇങ്ങനെ ഒഴുകി എത്തിയിരിക്കുന്നത് എന്നുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സാധാരണയുള്ള ഈ
മാസ ബലി ദിവസങ്ങളിൽ പോലും ഈ മഴ കാരണം അവിടേക്ക് ഈ വെള്ളം കയറി ക്ഷേത്രം പോലും പകുതി മുങ്ങി നിൽക്കുന്ന സാഹചര്യത്തിലും ഭക്തജനങ്ങൾ അവിടേക്ക് എത്തുകയും ഈ ബലിതർപ്പണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രത്തോളം വിശ്വാസം ആണ് വിശ്വാസികളെ സംബന്ധിച്ച് ആലുവ ശിവക്ഷേത്രത്തിൽ എത്തി, പെരിയാറിന്റെ തീരത്തെത്തി ഈ ബലിതർപ്പണം നടത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വലിയ തിരക്ക് അവിടെ അനുഭവപ്പെടുന്നത്. പുലർച്ചെ 2:30 ആരംഭിച്ച ചടങ്ങുകളാണ്. പ്രതീക്ഷിച്ച സമയത്തിനപ്പുറം പലപ്പോഴും ഈ ചടങ്ങ് നീണ്ടു പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആലുവ മണപ്പുറത്ത്. സമാനമായ സാഹചര്യമാണോ ഇന്നും ഡാനി അവിടെ? അങ്ങനെ തന്നെയാണ്, സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. കാരണം വലിയ രീതിയിലേക്ക് തിരക്ക് അനുഭവപ്പെടുന്നു. പ്രത്യേകിച്ച് ഈ രാവിലേക്ക് എത്തുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല ശക്തമായ ഒരു മഴയും സാഹചര്യങ്ങളും എല്ലാം തന്നെ നിലനിൽക്കുന്നത് കൊണ്ടാണ് സ്വാഭാവികമായും ആ രീതിയിലേക്ക് ഒരുപക്ഷെ പുറത്തേക്ക് എത്താനായിട്ട് അല്പം മഴ ശമിക്കാൻ വേണ്ടിയെല്ലാം തന്നെ കാത്തിരിക്കുന്ന ഒരു പ്രകൃതം എല്ലാവരിലും തന്നെയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ഒന്ന് മടിയുന്നവർ വീണ്ടും വൈകിയേക്കാം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉച്ചവരെയും തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ഒരവസ്ഥയിലേക്കെല്ലാം തന്നെ പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞത്. അദ്ദേഹം വൈകാനുള്ളൊരു സാഹചര്യവും എല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. നിലവിൽ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലാണ് അത്തരമൊരു ക്രമീകരണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നത്. അതിൽ ആവശ്യം വേണ്ട മുന്നൊരുക്കങ്ങൾ കാര്യങ്ങളും എല്ലാം തന്നെ ഇവർ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ഇതിലുള്ള ഒരു വിഷയം ശക്തമായ രീതിയിലുള്ളൊരു മഴ നിൽക്കുന്ന സാഹചര്യം തന്നെയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായത്, ന്യൂനമർദ്ദം മൂലം. അപ്പോൾ ഒരുക്കിയ തയ്യാറെടുപ്പുകളെല്ലാം തന്നെ വെള്ളം മുങ്ങിപ്പോകുന്നൊരവസ്ഥയിലേക്കെല്ലാം തന്നെ ശക്തമായ മഴ തുടർന്നു. പെരിയാറിലെ ജലനിരപ്പ് ശാന്തമാണെങ്കിലും പക്ഷേ നല്ല ഒഴുക്കുള്ളൊരു സാഹചര്യമാണ്. ഇതിൽ ഉള്ള മഴ നിലനിൽക്കുന്നത് മൂലം ഇവിടെ പ്രദേശത്തെ ചെളി നിറയുന്നൊരവസ്ഥയും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അത് ഇവിടെ എത്തുന്നവർക്ക് ഒരു സ്വാഭാവികമായും സൃഷ്ടിക്കുന്ന ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമുണ്ട് കടന്നു പോകുന്നതിന്. പക്ഷെ അതിനെ ആർക്കും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം വളരെ ശക്തമായ മഴ തുടരുന്നൊരു സാഹചര്യം, സാധ്യമായ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. പക്ഷേ ചില ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിൽ കൂടിയും അതെല്ലാം തന്നെ ഈ ദിവസത്തിന്റെ ഒരു പവിത്രത, ഈ ദിവസത്തിന്റെ ഒരു ധന്യത, അതെല്ലാം തന്നെ ഇതിന്റെ ഒരു പ്രത്യേകതകൾ തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇതിൽ ഇപ്പോൾ നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇത്തരം പൂജാ കർമ്മങ്ങളടക്കം ഓരോ ഭാഗത്തും തന്നെ നടക്കുകയാണ്. അത്തരം ഇവിടേക്ക് എത്തുന്ന വിശ്വാസികൾ എല്ലാവർക്കും തന്നെയും ക്രമീകരണങ്ങളുണ്ട്. അത്തരം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ചില ഈ മഴയും കാര്യങ്ങളും മൂലമുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് അവഗണിച്ചുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് അത് ഈ ചടങ്ങുകൾ പൂർത്തീകരിച്ചുകൊണ്ട് കടന്നു പോകുന്നു എന്നതാണ്. നമുക്കൊപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഭാഗത്തുണ്ട്. അദ്ദേഹം നമ്മളോട് ഈ ഒരു ക്രമീകരണങ്ങളും കാര്യങ്ങളും അടക്കം അദ്ദേഹം സംസാരിക്കുകയും ചെയ്യുന്നു. ഇതിൽ നമസ്കാരം, വലിയ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നടത്തി. പ്രത്യേകിച്ച് ഒരു മഴയുടെ ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നു. വലിയ മഴയാണ് എല്ലായിടത്തും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മഴയാണ്. മഴയുടേതായ ചില പ്രശ്നങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും സുരക്ഷിതമാണ്. ഇവിടെ പോലീസായാലും പിന്നെ ഫയർഫോഴ്സ് ആയാലും എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ മഴയുടെ ഒരു പ്രശ്നമുണ്ട്. അതിൻ്റെതായ പരിമിതിയിൽ ജനം സഹകരിച്ചുകൊണ്ട് തന്നെ, എല്ലാ ഭക്തജനങ്ങളും സഹകരിച്ചുകൊണ്ട് തന്നെ ബലിതർപ്പണം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തിരുവല്ലം മുതൽ ആലുവ മണപ്പുറം വരെ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ബലിയിടാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ പുലർച്ചെ 2:30 മുതൽ ആരംഭിച്ച പ്രക്രിയയാണ്, ബലിതർപ്പണ ചടങ്ങാണ്. അത് ഏതാണ്ടൊരു ഉച്ച കഴിയുന്നവരെ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പരമാവധി സഹായം സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും നേതൃത്വത്തിൽ പരമാവധി സൗകര്യങ്ങൾ ഒരുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ മഴ എന്ന് പറയുന്നൊരു കാര്യം നമുക്കൊന്നും പ്രവചനാതീതമായ കാര്യമാണ്. ആ പ്രതികൂല സാഹചര്യത്തെ അതിജീവിച്ചുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും സഹകരിച്ചുകൊണ്ടാണ് ബലിത്തറകൾ ഇവിടെ ഏതാണ്ടൊരു ഒരേ സമയത്ത് തന്നെ 1000-1500 പേർക്ക് തന്നെ ബലിതർപ്പണം നടത്തുവാനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ ആലുവ മണപ്പുറത്തെക്കുറിച്ച് അറിയാമല്ലോ. ആലുവ മണപ്പുറവും കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് റോഡിലാണ്. സത്യത്തിൽ ഇവിടെ ഭഗവാൻ മുഴുവൻ വെള്ളത്തിലായി. ഇവിടെ മുഴുവൻ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന കാഴ്ചയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം റോഡിലാണ് നമുക്ക് ബലിയിടാൻ സാധിച്ചത്. പക്ഷേ ഇപ്രാവശ്യം ഇവിടെ തന്നെ ബലിയിടാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എങ്കിലും മഴയാണ്. നോക്കി മുന്നോട്ട് പോകാം. ഞാനിപ്പോൾ ഇവിടെ ആലുവ മണപ്പുറത്ത് തന്നെയാണ് ഞാനും ബലിയിടാൻ നിൽക്കുന്നത്.
അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഈ മഴ ശക്തമായി തുടരുന്നതിന് ആവശ്യമായ തയ്യാറെടുപ്പുകളെല്ലാം തന്നെ നടത്തിയിരുന്നു. പക്ഷേ ഈ വിധം ശക്തമായി മഴ തുടരുമ്പോൾ അനുഭവപ്പെടുന്ന സ്വാഭാവികമായ കാര്യങ്ങൾ, കാരണം ഇതിന്റെ ഈ പെരിയാറിന്റെ തീരത്ത് ചെളി നിറയുകയും അടിയുകയും ചെയ്യുന്നത് കൊണ്ടുള്ള വിഷയങ്ങളാണ്. പക്ഷേ അത് വരുന്ന ആരും തന്നെ അങ്ങനെ ഒരു കാര്യമായ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളിലേക്ക് വരുന്നില്ല. കാരണം സ്വാഭാവികമായി മനസ്സിലാക്കുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. എന്തായാലും ഈ ദിവസം അത് വളരെ പ്രധാനപ്പെട്ടതും പവിത്രതയും ധന്യതയുമാർന്ന ദിവസങ്ങളാണ്. പിതൃമോക്ഷ ചടങ്ങുകൾക്ക് വേണ്ടി ഈ ദിവസം അർപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെയും അതിൻ്റെ ഒരു പൂർണ്ണത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്നു. എല്ലാവരും തന്നെ വലിയ രീതിയിലൊരു തിരക്കിലേക്ക് നിലവിൽ ആലുവ മാറിയിട്ടുണ്ട്. കാരണം ഇന്നലെയെല്ലാം തന്നെ അർദ്ധരാത്രി മുതൽ തുടങ്ങുന്ന വലിയ മഴയും കാര്യങ്ങളും എല്ലാമായിരുന്നു. ഇപ്പോൾ രാവിലെയും അത് തന്നെ തുടർന്നു. ഈ സമയത്തേക്ക് എത്തുമ്പോൾ കുറച്ച് ശമനമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ തിരക്കിലേക്ക് തന്നെ മാറാനുള്ളൊരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ആലുവ നിന്ന് വരുന്നവർക്ക് രണ്ട് വഴി ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയും. ഒന്ന് നേരെ മണപ്പുറത്തേക്ക് വരുന്ന ആൾത്തറ വഴിയും അതോടൊപ്പം തന്നെ നമുക്ക് തൊട്ട് പിറകിലുള്ള മേൽപ്പാലം വഴി, മേൽപ്പാലം എന്ന് പറയുന്നത് ആലുവ പുഴയ്ക്ക് കുറുകെ മഹാദേവ ക്ഷേത്രത്തിലേക്ക് നേരിട്ട് കടന്നു ചെല്ലാവുന്ന വഴിയാണ്. അതുവഴിയും എല്ലാം തന്നെ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്കിൽ തന്നെയാണ് ഈ മഹാദേവ ക്ഷേത്ര പരിസരവുമെല്ലാം. തൊട്ടപ്പുറത്ത് അദ്വൈതാശ്രമത്തിൻ്റെ കൽപ്പടവുകളിലും ബലിതർപ്പണത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെയും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മറ്റു ക്ഷേത്രങ്ങളിലും ഇത് തന്നെയാണ്. തർപ്പണ ചടങ്ങുകൾ നടക്കുന്ന ക്ഷേത്രങ്ങളിലും തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ആര്യ, വലിയ തിരക്കാണ് എല്ലാ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും അനുഭവപ്പെടുന്നത്. ആലുവ മണപ്പുറത്ത് നിന്ന് ഡാനി പോളാണ് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്. അവിടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലുവ മണപ്പുറം എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് അറിയാവുന്നതായിരിക്കും. സ്വാഭാവികമായും വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട, അവർക്ക് അത്രത്തോളം വിശ്വാസമുള്ള കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അവിടേക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം എത്തും. അത്തരത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒരേ സമയം 1200ഓളം വിശ്വാസികൾക്ക് പിതൃതർപ്പണ ചടങ്ങുകൾ നടത്താനുള്ള ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ തന്നെ നമ്മൾ അവിടെ കണ്ടു. അദ്ദേഹത്തോട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹവും അവിടെയാണ് പിതൃതർപ്പണ ചടങ്ങുകൾക്കായി എത്തിയത്. അപ്പോൾ ചെറിയ മഴയൊക്കെ ആലുവ മണപ്പുറത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ വകവയ്ക്കാതെ അവിടേക്ക് ഭക്തജനങ്ങൾ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. വിശ്വാസികൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പിതൃതർപ്പണ ചടങ്ങുകൾ അവിടെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് അടിയൊഴുക്ക്, നീരൊഴുക്ക് വളരെ കൂടുതലാണ് പുഴകളിലൊക്കെ. അപ്പോൾ പുഴകളിലേക്ക് ഇറങ്ങുമ്പോൾ അത് സൂക്ഷിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കോഴിക്കോട് ബീച്ചിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ദൃശ്യം പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. അവിടെ ഈ കടലൊക്കെ അത്രത്തോളം ശാന്തമല്ല, അത്തരത്തിൽ അശാന്തമായി തന്നെ തുടരുന്നൊരു സാഹചര്യം ഉണ്ട്. MS അനീഷ് കുമാറിലേക്ക് നമുക്ക് കോഴിക്കോടേക്ക് തന്നെ നമുക്ക് പോകാം. MS അനീഷ് കുമാർ ഉണ്ട് കോഴിക്കോട് ബീച്ചിൽ നിന്ന് നമുക്കൊപ്പം. അനീഷ്, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് ബീച്ചിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിനപ്പുറം മഴ ഭയങ്കര ശക്തമായി നിൽക്കുകയാണല്ലേ? തീർച്ചയായും കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ, അല്ലെങ്കിൽ കോഴിക്കോടിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾ കൂടുതലായി എത്തുന്ന ഒരിടമാണ് വരക്കൽ ബീച്ച്. ഇവിടെ ഒരേപോലെ കാലാവസ്ഥ പ്രക്ഷുബ്ധമാണ്, ഒപ്പം കടലും പ്രക്ഷുബ്ധമാണ്. ഒരു ബാച്ചിലെ ആളുകൾ ഇപ്പോൾ പിതൃതർപ്പണം കഴിഞ്ഞ ശേഷം അവർക്ക് സ്നാനഘട്ടത്തിലേക്ക്, അത് ബീച്ചിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്, അവിടേക്ക് വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ നമുക്ക് കാണാം, ഒരു വശത്ത് ആർത്തലച്ച് വരുന്ന കടലാണ്. അതുകൊണ്ട് ആളുകൾ പരമാവധി കടലിലേക്ക് ഇറങ്ങാതെ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസും ഫയർഫോഴ്സും ഒപ്പം പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന സന്നദ്ധ പ്രവർത്തകരുമൊക്കെ അവരുടെ സുരക്ഷയ്ക്കായി നിൽക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. പുലർച്ചെ 4 മണി മുതലാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. വലിയ ഒരു വിശ്വാസി സമൂഹമാണ് ഇവിടേക്ക് ബലിതർപ്പണ ചടങ്ങുകളിലേക്ക് എത്തിയത്. കയ്യിൽ കറുകയും അരിയും നെല്ലും ഒക്കെയായി ആളുകൾ ബലിതർപ്പണത്തിനായി എത്തി ധ്യാന നിമഗ്നരായി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇവിടെ മാത്രം 4 സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. വരക്കൽ ദേവീക്ഷേത്രം, ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലുള്ളതും ഒപ്പം വരക്കൽ ബലിതർപ്പണ സമിതി എന്നിങ്ങനെ 4 തരത്തിലായാണ് രജിസ്ട്രേഷനുകൾ നടക്കുന്നത്. ഒരേ സമയത്ത് ഏതാണ്ട് 250-ലധികം ആളുകൾക്ക് രജിസ്ട്രേഷൻ നടത്തി ബലിതർപ്പണത്തിനായുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതായത് ഒരേ സമയത്ത് ചുരുങ്ങിയത്
1000-ത്തിലധികം പേരാണ് രാവിലെ മുതൽ തന്നെ ഇടമുറിയാതെ തങ്ങളുടെ പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തിക്കായി ബലിതർപ്പണം നടത്താനായി എത്തിയിരിക്കുന്നത്. ഇപ്പോഴും ആ നീണ്ട നിര വഴിയും പിന്നിട്ട് നീളുന്നു എന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവർ കമ്മിറ്റിക്കാർ തീരെ ശരിയില്ല. അവര് പൈസ വാങ്ങാന്നല്ലാണ്ട് പിന്നെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. എന്താണ് പ്രശ്നമുള്ളത്? ഞങ്ങളൊക്കെ 6 മണിക്ക് വന്ന് നിൽക്കുന്നുണ്ട്. പുതിയ ആൾക്കാർ വന്നിട്ട് പുതിയ വഴി ഉണ്ടാക്കി കയറി പോവുകയാണ്. അതാണ്, എത്രമാത്രം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയാലും അതൊന്നും പര്യാപ്തമാവുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം അദ്ദേഹം പുലർച്ചെ എത്തിയതാണ്. ഇപ്പോഴും പക്ഷേ ബലിതർപ്പണം നടത്താനായി കഴിഞ്ഞിട്ടില്ല. നീണ്ട വരിയിൽ ഇപ്പോഴും നിൽക്കുന്ന കാഴ്ച ഇത് തന്നെയാണ്. ഈ വർഷം അഭൂതപൂർവമായ തിരക്ക് ഇവിടേക്ക് അനുഭവപ്പെടുന്നു. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അവഗണിച്ചാണ് ആളുകൾ തങ്ങളുടെ പിതൃമോക്ഷ പ്രാപ്തിക്കായി ധ്യാന നിമഗ്നരായിക്കൊണ്ട് നിൽക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നത്. ഈ ചടങ്ങുകൾ ഏതാണ്ട് 10 മണി വരെ നീളും എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ ആ സമയക്കണക്കുകൾക്കപ്പുറം വീണ്ടും സമയം നീളാൻ തന്നെയാണ് സാധ്യത. മുൻകാലങ്ങൾക്ക് വിരുദ്ധമായി ഇത്തവണ ഓൺലൈൻ ക്രമീകരണങ്ങളൊക്കെ അടക്കം ഏർപ്പെടുത്തിയിരുന്നു. നേരത്തെ ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായ ഒരു സമയപരിധി നൽകുകയും ആ കൃത്യമായ സമയത്തിനുള്ളിൽ ബലിതർപ്പണം നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ആ ക്രമീകരണങ്ങൾക്കൊക്കെ അപ്പുറം ആളുകളാണ് ഇത്തവണ ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. വരക്കൽ ബീച്ചിലാണ് കോഴിക്കോട് നഗരത്തിലെ പ്രധാനമായ പിതൃതർപ്പണ ചടങ്ങുകൾ നടക്കുക. ഇതിനൊപ്പം വെള്ളയിൽ ബീച്ച്, കോതി ബീച്ച് തുടങ്ങിയ ഇടങ്ങളിലും ചെറിയ രീതിയിലേക്കുള്ള, അതായത് ഇത്ര വിപുലമായതല്ലെങ്കിൽ പോലും അവിടെയും ബലിതർപ്പണ ചടങ്ങുകൾക്കുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അനീഷ്, നമുക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലാവസ്ഥ ഇങ്ങനെ പ്രതികൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കടൽ അത്ര ശാന്തമല്ല, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാണ്. അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ അവിടെ ശക്തമായി തന്നെ പാലിക്കപ്പെടുന്നില്ലേ? അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ നേരത്തെ തന്നെ സജ്ജമാക്കിയതല്ലേ? തീർച്ചയായും വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഈ ബലിതർപ്പണ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്ന സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അല്പം ഒരു കാലതാമസം എത്തുന്ന സാഹചര്യമുണ്ട്. എല്ലാ ചടങ്ങുകളിലും അതിൻ്റെ ഒരു താമസം വരും. ഒപ്പം കടൽ പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിപുലമായ രീതിയിൽ വോളണ്ടിയർമാരെയും മറ്റുമൊക്കെ കടൽ തീരത്ത് വിന്യസിച്ചിട്ടുണ്ട്. അവിടെയും ചടങ്ങുകൾക്ക് ചെറിയ കാലതാമസം ഉണ്ടാകുന്നുണ്ട് ഈ കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥ കാരണം തന്നെ. അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് ആളുകൾ കർമ്മങ്ങൾ പൂർത്തിയാക്കി വരുമ്പോഴേക്കും ഒരു സമയം എടുക്കും. അതാണ് ചെറിയൊരു കാലതാമസം വരുന്നത്. ഒപ്പം വലിയ തോതിൽ ഭക്തർ മുൻവർഷങ്ങളെക്കാളൊക്കെ ഇരട്ടി ആളുകൾ ഇത്തവണ എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ തിരക്കിൽ അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകുന്നത്. ഒരേ സമയം 1500-ലധികം ആളുകൾക്ക് പിതൃതർപ്പണം നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഈ ബീച്ചിനോട് ചേർന്ന ബലിതർപ്പണ വേദിയിൽ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യങ്ങൾ മതിയാവില്ല. ഇതിനേക്കാളൊക്കെ ഇരട്ടി ആളുകൾ പുറത്ത് സൗകര്യങ്ങൾക്കായി അല്ലെങ്കിൽ പിതൃതർപ്പണത്തിനായി കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വലിയ വാഹന കുരുക്ക് തന്നെ പുറത്ത് അനുഭവപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും ആ പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും പിതൃക്കൾക്കായി ഒരു ദിനം, പിതൃമോക്ഷ പ്രാപ്തിക്കായി പ്രാർത്ഥിക്കാൻ ഒരു ദിനം, കയ്യിൽ ദർഭയും കറുകയും അരിയുമൊക്കെയായി അവരുടെ പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് അവർ ധ്യാന നിമഗ്നരായി നിൽക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ഈ ബലിതർപ്പണ പുരകളിൽ നിന്നും കാണാൻ കഴിയുന്നത്, സ്നാനഘട്ടങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നത്. എന്തായാലും പൂർണ്ണ തൃപ്തമായി നിറഞ്ഞ മനസ്സുമായാണ് ആളുകൾ ബലിതർപ്പണ ചടങ്ങുകൾ പൂർത്തിയാക്കി ഇവിടെ നിന്നും മടങ്ങുന്നത്. ഇപ്പോൾ അടുത്ത ഒരു ബാച്ചിലെ ആളുകൾ, വിശ്വാസികൾ അവരുടെ തർപ്പണ ചടങ്ങുകൾ നടത്തുന്ന ദൃശ്യങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാം. തീർച്ചയായും. സനീഷ് കുമാറാണ് കോഴിക്കോട് ബീച്ചിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. അവിടെ ബീച്ചിലും ഈ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമാവധി പരാതികളില്ലാതെ തന്നെ അവിടുത്തെ എല്ലാ ചടങ്ങുകളും ക്രമീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്തെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും അത്തരത്തിൽ തന്നെയാണ്. വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും കാലയെ കൂട്ടി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മേഖലയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട 2-3 സ്ഥലങ്ങളിലേക്ക് പോയി. ആലുവ മണപ്പുറത്തേക്ക് പോയി, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിലേക്ക് പോയി, ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലേക്ക് നമ്മൾ പോയി. അവിടെ ഒന്നും പരാതിയില്ലാതെ തന്നെ വിശ്വാസികൾ അവരുടെ
ബലിതർപ്പണ ചടങ്ങുകൾ പൂർണ്ണ ആത്മസംതൃപ്തിയോട് കൂടെ തന്നെ ആ കർമ്മം ചെയ്തു തീർക്കുകയാണ്. വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് കോഴിക്കോട് ബീച്ചിലും. ഒരേ സമയം തന്നെ 1200-ലധികം വിശ്വാസികൾക്ക് ബലിതർപ്പിക്കാനുള്ള സൗകര്യം അവിടെയും ഒരുക്കിയിട്ടുണ്ട്. ഒരു ബാച്ചിന്റെ ബലിതർപ്പണ ചടങ്ങ് പൂർത്തിയായി. അതിനുശേഷം രണ്ടാമത്തെ ബാച്ച് അവിടെ ബലിതർപ്പണ ചടങ്ങ് ആരംഭിച്ചിരിക്കുകയാണ്. MS അനീഷ് കുമാറാണ് നമുക്ക് ഒപ്പം അവിടെ നിന്ന് ചേർന്നത്. ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്കൊന്ന് വന്നാൽ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്ന് തിരുവല്ലം പരശുരാമ ക്ഷേത്രമാണ്. പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. അവിടെ നിന്ന് സാരംഗ് സുധാകരൻ നമുക്കൊപ്പം ചേരുകയാണ്. സാരംഗ്, ഒരുപാട് വിശ്വാസികൾ എത്തുന്ന ഒരു കേന്ദ്രമാണ്. അവിടെ വലിയ തിരക്ക് സ്വാഭാവികമായും എല്ലാ വർഷവും അനുഭവപ്പെടും. ഇത്തവണയും അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായും ഇന്ന് രാവിലെ 2:30 ഇവിടെയും തിരുവല്ല ക്ഷേത്രത്തിലും ഇത്തരത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. ഇപ്പോഴും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മറ്റെല്ലാ സ്ഥലങ്ങളും നമ്മൾ ഇപ്പോൾ തിരുനാവായ കോഴിക്കോട് എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും നമ്മൾ റിപ്പോർട്ട് പ്രകാരം പോലെ തന്നെ ഇവിടെയും നല്ല കനത്ത മഴ നിലവിൽ കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് വരെ പെയ്തിരുന്നു. ഇപ്പോഴാണ് സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സാരംഗ് തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ നിന്നാണ് നമുക്കൊപ്പം ചേർന്നത്. വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു കേന്ദ്രമാണ്. സാരംഗ്, തുടരാം. തീർച്ചയായും ആര്യ, അവിടെ രാവിലെ തന്നെ നീണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് ഇവിടുത്തെ ക്ഷേത്ര അധികാരികൾ നമുക്ക് നൽകുന്ന വിവരം. രാവിലെ നല്ല മഴ ഈ ഭാഗത്തും തിരുവനന്തപുരം തിരുവല്ലം ക്ഷേത്രത്തിന്റെ ഭാഗത്തും കനത്ത മഴ അനുഭവപ്പെടുന്നുണ്ട്. ഇത് നമുക്കറിയാം, തിരുവല്ലം ക്ഷേത്രം പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ സംരക്ഷിതമായിട്ട് നിലനിൽക്കുന്ന ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിൽ പരിമിതികളുണ്ട് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും അപേക്ഷിച്ച് നോക്കുകയാണെന്നല്ല. പക്ഷേ എന്നാലും സാഹചര്യങ്ങളുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ വളരെയധികം സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ജനത്തിരക്ക് വളരെയധികം 4ഉം 5ഉം ഇത്തരത്തിലുള്ള ബലിതർപ്പണ മണ്ഡപങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ അമ്പലത്തിന്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അകത്ത് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ബലിതർപ്പണം നടത്താൻ കഴിയുന്ന ഒരു ക്ഷേത്രമാണ് ഈ തിരുവല്ലം പരശുരാമ ക്ഷേത്രം. മാത്രമല്ല ഇവിടെ എല്ലാ ദിവസവും ബലിതർപ്പണ കർമ്മം നടത്തുവാൻ. പക്ഷേ ഇത്തരത്തിലുള്ള ദിവസങ്ങളിൽ ഈ കർക്കിടക വാവും ഒപ്പം തന്നെ മറ്റ് വാവ് വരുന്ന പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ കനത്ത തിരക്ക് അനുഭവപ്പെടാറുണ്ട്. പതിവ് പോലെ തന്നെ ഈ വർഷവും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രതികൂലമായി നിൽക്കുന്നത് നമ്മൾ മുൻപ് റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ വടക്കൻ ജില്ലകളിൽ പോലെ തന്നെ തെക്കൻ ജില്ലയിൽ ഇന്ന് മഴ കനത്ത രീതിയിൽ പെയ്യുന്നുണ്ട്. പക്ഷേ ഇടവിട്ടാണ് പെയ്യുന്നത് എന്നുള്ളൊരു ആശ്വാസമുണ്ട്. ചില സമയത്ത് നന്നായി പെയ്യുന്നുണ്ടെങ്കിലും അല്ലാത്ത സമയത്ത് മഴ വിട്ടു നിൽക്കുന്നു. പക്ഷേ ഈ ബലിതർപ്പണ ചെയ്യുന്ന ഭാഗങ്ങളിലടക്കം ഇത്തരത്തിൽ മഴവെള്ളം ഒലിച്ചെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് ഇവിടെ ജനങ്ങൾ പിതൃസ്മരണയിൽ ഈ ബലിതർപ്പണ ചടങ്ങുകളിലേക്ക് മുഴുകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പുലർച്ചെ 2:30 മണിയോടുകൂടി തന്നെ ഇവിടെയും ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ തെക്കൻ നമ്മുടെ ഈ ആലുവ മണപ്പുറത്തെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ജില്ലയിലുള്ള ആളുകൾ മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിലുള്ള ആളുകൾ മാത്രമല്ല ഈ തിരുവല്ലത്തേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. സംസ്ഥാനത്തെ വിവിധ മേഖലകളിലുള്ള പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിലെ എല്ലാ വിശ്വാസികളും ഒരുവിധം തെരഞ്ഞെടുക്കുന്ന ഒരു കേന്ദ്രം തന്നെയാണ് ബലിതർപ്പണ ചടങ്ങുകൾക്കായി തിരുവല്ലം ക്ഷേത്രം. വർഷത്തിൽ 365 ദിവസവും ഇത്തരത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്ന അത്രത്തോളം ഈ ചടങ്ങുകൾക്ക് വിശേഷപ്പെട്ട ഒരു കേന്ദ്രം കൂടിയാണ് തിരുവല്ലം ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസം, ഇന്നത്തെ ഈ പ്രത്യേക ദിനത്തിൽ എത്രത്തോളം വലിയ തിരക്ക് അവിടെ അനുഭവപ്പെടും എന്നുള്ളത് സ്വാഭാവികമായി നമുക്കറിയാവുന്നതാണ്. സാരംഗ് സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയ വിശാലമായ മൈതാനമോ അല്ലെങ്കിൽ ഈ പുഴയുടെ തീരമോ ഒന്നും ഇല്ലാത്ത ഒരു കേന്ദ്രം കൂടിയാണ് തിരുവല്ലം ക്ഷേത്രം. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ തന്നെ ഈ ബലിതർപ്പണം നടത്താൻ കഴിയും എന്നതാണ് അവിടുത്തെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇത്രത്തോളം വരുന്ന ആളുകളെ ഉൾക്കൊള്ളാൻ തക്ക വിധത്തിലുള്ള സജ്ജീകരണങ്ങൾ അവിടെ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നില്ലേ? മാത്രമല്ല ഗതാഗത കുരുക്കിനെ കുറിച്ച് കൂടി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അത്രത്തോളം ആളുകളും വാഹനങ്ങളും ആയിരിക്കുമല്ലോ സ്വാഭാവികമായും ഇപ്പോൾ ആ മേഖലയിലേക്ക് വന്നിട്ടുണ്ടാവുക ഇന്നലെ രാത്രി മുതൽ തന്നെ. തീർച്ചയായും സ്ഥലപരിമിതിയും ഒപ്പം തന്നെ ഈ ഭാഗത്ത് റോഡ് ഗതാഗതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഭാഗത്ത് റോഡിന്റെ പണി നടക്കുന്നുണ്ട് കുറച്ച് മാറി. ആ ഭാഗത്തുനിന്നുള്ള തിരക്കും ഒപ്പം തന്നെ ഈ ഭാഗത്ത് വാഹനങ്ങളിൽ ആൾക്കാർ വന്ന് ഇറങ്ങുന്ന തിരക്ക് നിയന്ത്രിക്കാൻ പോലീസും മറ്റ് സജ്ജീകരണം മറ്റും ഒരുക്കിയിട്ടുണ്ടെങ്കിലും നിയന്ത്രണാതീതമായ തിരക്കുകൾ ചില സമയത്ത് തുടക്കത്തിൽ തന്നെ 6 മണി 7 മണി സമയത്ത് നിയന്ത്രണാതീതമായിട്ടുള്ള തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. അതിനുശേഷം ഇത്തരത്തിലുള്ള ക്ഷേത്രം ഭാരവാഹികളും മറ്റ് സന്നദ്ധ സേവകരും ഒപ്പം പോലീസും ഒപ്പം ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള
തരത്തിലുള്ള ക്രമീകരണങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുവന്നു. പക്ഷേ നമുക്കറിയാം മറ്റെല്ലാ ക്ഷേത്രങ്ങളിലെ പോലെ തന്നെ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിലും ഒരു തരത്തിലുള്ള ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. കാരണം നമുക്കറിയാം ഇന്നത്തെ ദിവസം ബലിയിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം മുഴുവൻ ബലിയിട്ടതിന് എല്ലാ ദിവസവും ഒരു വർഷം മുഴുവൻ ബലിയിട്ടതിന് തുല്യമായി കണക്കാക്കുന്ന ദിവസമാണ് കർക്കിടക വാവ് ബലി. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം എത്രയധികം തിരക്കുണ്ടെങ്കിലും മറ്റെല്ലാ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മലയാളികളെല്ലാം ബലിതർപ്പണത്തിന് ക്ഷേത്രങ്ങളിലേക്ക് എത്തുന്ന ദിവസമാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരു രീതിയാണ്. നമുക്കറിയാം വടക്കൻ മലബാറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തിരുനാവായ, തിരുനെല്ലി പോലെ തന്നെ തെക്കോട്ടുള്ള ജില്ലകളിൽ ഏറ്റവും അധികം തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഈ തിരുവല്ലം പരശുരാമ ക്ഷേത്രം. ഈ പരശുരാമ പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രം കൂടിയാണ് ഈ തിരുവല്ലം ക്ഷേത്രം. പ്രാധാന്യമായിരിക്കുന്നുണ്ട്. അത്രയധികം ഭക്തരധികം പ്രാധാന്യത്തോടെ ഈ ഒരു ക്ഷേത്രത്തെ നോക്കിക്കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തിരക്ക് ഇനിയും കൂടാനാണ് സാധ്യത. അതെ, ഉച്ച കഴിഞ്ഞാലും ഒരുപക്ഷെ ചടങ്ങുകൾ അവിടെ തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് തിരുവല്ലത്തെ ഒരു സാഹചര്യം. അത്രത്തോളം തിരക്കാണ് അനുഭവപ്പെടുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ ദിവസവും ബലിതർപ്പണത്തിനായി ഒരുപാട് ആളുകൾ, നൂറുകണക്കിന് ആളുകൾ എത്തുന്ന സ്ഥലമാണ് തിരുവല്ലം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിശേഷപ്പെട്ട ദിനം എത്രത്തോളം വലിയ തിരക്കായിരിക്കും അവിടെ സ്വാഭാവികമായും അനുഭവപ്പെടുക എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമില്ല. അത്തരത്തിൽ വലിയ തിരക്ക് തിരുവല്ലത്തും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയും പിതൃതർപ്പണ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് തിരുവല്ലം അതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് വർക്കല പാപനാശം. അവിടെ പാപനാശം ബീച്ചിൽ ഇത്തരത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നുണ്ട്. 2:30 തന്നെയാണ് അവിടെയും ചടങ്ങുകൾ ആരംഭിച്ചത്. നമുക്ക് അവിടേക്കൊന്ന് പോകാം. അഭിലാഷ് നമുക്കൊപ്പം ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. വലിയ തിരക്കായിരിക്കുമല്ലോ സ്വാഭാവികമായും. കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കടൽ ശാന്തമല്ല. അത്തരത്തിൽ പ്രതികൂലമായ സാഹചര്യമാണെങ്കിൽ പോലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് ഒരുപാട് ഭക്തർ ഇത്തവണയും പാപനാശത്തേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ? ഗുഡ് മോർണിംഗ് ആര്യ. ആര്യ പറഞ്ഞതുപോലെ തന്നെ പ്രതികൂലമായൊരു സാഹചര്യം, ഒരു കാലാവസ്ഥ തന്നെയാണ് പാപനാശത്തും നിലനിൽക്കുന്നത്. പുലർച്ചെ 2:30 മുതലാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. എന്നാൽ ഇന്നലെ രാത്രി മുതൽ തന്നെ പാപനാശത്തേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 2:30 ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ച ആ ഒരു ഘട്ടം മുതൽ ഇപ്പോഴും ഒരേപോലെ തന്നെ ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. 10,000-കണക്കിന് ജനങ്ങളാണ് വർക്കലയിലും പാപനാശത്തുമായി ഇപ്പോൾ ബലിതർപ്പണത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. വർക്കല പാപനാശത്ത് 2 ഭാഗങ്ങളിലായാണ്. പാപനാശം കടൽ തീരത്തും ഒപ്പം തന്നെ ബലിമണ്ഡപത്തിലുമായാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. ബലിമണ്ഡപത്തിൽ സമീപം ഒരുക്കിയിട്ടുള്ള ഒരു ബലി മണ്ഡപത്തിൽ ഒരു താൽക്കാലിക ഷെഡിൽ ഏകദേശം 500ഓളം പേർ ഒരേ സമയം തന്നെ ബലിയിട്ട് മടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ തീരത്ത് 80ഓളം കാർമ്മികളാണ് ഇപ്പോൾ ഈ ബലിതർപ്പണ കർമ്മങ്ങൾ ചെയ്തു വരുന്നത്. ഇവിടെയും വളരെ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇടവിട്ടുള്ള മഴ തന്നെയാണ് ഇവിടെയും പ്രധാന പ്രശ്നമായി നിലനിൽക്കുന്നത്. എങ്കിൽ പോലും ഈ ജനങ്ങളുടെ തിരക്കിന് യാതൊരു തരത്തിലുള്ള കുറവും ഉണ്ടായിട്ടില്ല. രാവിലെ ഉണ്ടായിരുന്ന അതേ തിരക്ക് തന്നെ നിലനിന്ന് പോകുന്നു എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, പാപനാശത്തിന് പുറമെ വർക്കല ശിവഗിരിയിൽ കൂടി ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അവിടെയും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. എന്തായാലും ഈ ഉച്ചയോടെയാണ് സാധാരണഗതിയിൽ ബലിതർപ്പണ ചടങ്ങുകൾ ഇവിടെ അവസാനിക്കുന്നത്. എന്നാലും ഇന്ന് ഉച്ച കഴിഞ്ഞും 3-4 മണി വരെയെങ്കിലും ഈ ബലിതർപ്പണ ചടങ്ങുകൾ നീണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും അഭിലാഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. വർക്കല പാപനാശത്തും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അവിടെയും നമ്മൾ തിരുവല്ലം ക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. മറ്റ് ആണ്ടുബലികൾക്കടക്കം ഒരുപാട് വിശ്വാസികൾ തിരഞ്ഞെടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. തെക്കൻ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് വർക്കല പാപനാശവും. അവിടെ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ഭക്തർ മാത്രമല്ല, വിശ്വാസികൾ മാത്രമല്ല, അതിനപ്പുറം മറ്റ് സമീപ ജില്ലകളിലെ എല്ലാ വിശ്വാസികൾ എത്തുന്ന അവരുടെ പിതൃതർപ്പണ ചടങ്ങുകൾക്കായി തിരഞ്ഞെടുക്കുന്ന ഒരു കേന്ദ്രം തന്നെയാണ്. അങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ തിരക്ക് പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം ഉച്ച കഴിയുന്നത് വരെ ഇതുപോലെ വലിയ തിരക്കിൽ തന്നെ പിതൃതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാലാവസ്ഥ ഒരല്പം പ്രതികൂലമായി നിൽക്കുന്നുണ്ട്. പക്ഷേ അതിരൂക്ഷമായ മഴയൊന്നും എവിടെയും ഇപ്പോൾ നിലവിൽ പെയ്യാത്തത് കൊണ്ട് തന്നെ പിതൃതർപ്പണ ചടങ്ങുകളെ ഒന്നും അത് ബാധിക്കുന്നില്ല. എന്തായാലും മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെയും എല്ലാ ക്ഷേത്രങ്ങളിലും ഇതുപോലെയുള്ള സ്നാനഘട്ടങ്ങളിലും എല്ലാം ചടങ്ങുകൾ നടക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം. അവിടെയൊക്കെ ഒരു രാവിലെ 10 മണിയോടുകൂടി തിരക്കുകളൊക്കെ ഒന്നടങ്ങുമെങ്കിൽ ഈ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം ഉച്ച കഴിയുന്നത് വരെ ഈ ചടങ്ങുകളൊക്കെ പുരോഗമിക്കുമെന്നതാണ് സാഹചര്യം.
ഇനി കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും ഈ കർക്കിടക വാവുബലി ചടങ്ങുകൾ നടന്നു എന്നതാണ്. ന്യൂസിലൻഡിലേക്കൊന്ന് പോയാൽ ന്യൂസിലൻഡിൽ മലയാളി സമൂഹത്തിന്റെ നേതൃത്വത്തിൽ ബലിതർപ്പണ ചടങ്ങ് നടന്നു. ഓർഗനൈസേഷൻ ഓഫ് ഹിന്ദു മലയാളീസ് ന്യൂസിലൻഡ് ആയിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. കേരളത്തിലെ ആചാരങ്ങൾ അനുസരിച്ച് ശ്രീ ദേവൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. 100 കണക്കിന് ആളുകളാണ് അവിടെയും ബലിതർപ്പണത്തിൽ പങ്കാളികളായത്. ആ ഉരുളയിലേക്ക് കുറച്ച് എള്ള് ഇടുക. 3 വെള്ളം, അതായത് കയ്യിൽ ഇങ്ങനെ എടുത്ത് ഇത് മടക്കി വെച്ച് ഇതിൽ ഒരു വെള്ളം 2 3 ഇങ്ങനെ തലക്കിലേക്കാണ് കൊടുക്കുന്നത്. നമ്മളൊരു ചെറിയ ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. ക്രിസ്ത്യൻ സമുദായ VS ഒരു പേരല്ല, അതൊരാശയമാണ്. അവസാനിക്കാത്ത പോരാട്ടമെന്ന ആശയം, നീതിക്ക് വേണ്ടിയുള്ള കലഹങ്ങളെ പ്രതീക്ഷാഭരിതമാക്കുന്ന പ്രചോദനം, ആധുനിക കേരളീയ ജീവിതത്തെ അത്രമേൽ സ്വാധീനിക്കുകയും മാറ്റിമറിക്കുകയും ചെയ്ത നിലപാട്. VS പക്ഷക്കാരുടെ എണ്ണം ഒരു പാർട്ടിയിലും അച്യുതാനന്ദൻ എന്ന മനുഷ്യനിലും ഒതുങ്ങുന്നതല്ല. അതിനിയും കാലങ്ങളോളം പ്രകാശം പരത്തും. എന്റെ വൃദ്ധത്വം തല നരക്കാത്തതല്ല എന്റെ ശുശ്രൂഷ. മുടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുരിക്കാത്തതാണ് എന്റെ യൗവനം. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. ചരിത്രം VS അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ പ്രവർത്തകനെ ഇങ്ങനെയാകും അടയാളപ്പെടുത്തുക. പാർട്ടി സെക്രട്ടറി ആയാലും മുഖ്യമന്ത്രിയായാലും VS പ്രതിപക്ഷ നേതാവായിരുന്നു. ജനം പ്രതിപക്ഷത്തു നിന്നപ്പോഴെല്ലാം ജനങ്ങളുടെ ശബ്ദമായിരുന്നു. ജനങ്ങൾക്കും ഭാവി തലമുറകൾ ഒരു തരത്തിലുള്ള ക്ഷീണവും വരുത്തുന്നതല്ല എന്ന് പഠന റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ കൂടംകുളം പദ്ധതിയുമായി മുന്നോട്ട് പോകാവൂ. പ്രകൃതി സംരക്ഷണമാണ് വികസനത്തിന്റെ ആദ്യ പാഠമെന്ന് ഉറക്കെ ആവർത്തിച്ച് കലഹിച്ചു ബോധ്യപ്പെടുത്തിയ കമ്മ്യൂണിസ്റ്റ്. പാടം നികത്തലായാലും സോഫ്റ്റ്വെയർ കുത്തകയായാലും അധ്വാനവർഗ നിലപാട് കാലത്തിനു മുമ്പേ തിരിച്ചറിഞ്ഞ് കലാപക്കൊടി നാട്ടിയ മാർക്സിസ്റ്റ് ബോധ്യം. പിണങ്ങിപ്പിരിയലല്ല, ഉള്ളിൽ നിന്നുള്ള തിരുത്തലാണ് പ്രായോഗികതയെന്ന് തെളിയിച്ച വിപ്ലവകാരി. അടിയാളന്റെയും മണ്ണിന്റെയും പെണ്ണിന്റെയും മാനത്തിന് മാനത്തോളം വില നൽകിയ മാനവികൻ. കോൺഗ്രസോ UDF ഇടതുപക്ഷമോ ആരുടെ പേരിലായാലും ശരി, കയ്യേറ്റക്കാർ തന്നെ. അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ട് അവർ പണിതിട്ടുള്ള കെട്ടിടങ്ങൾ അടിച്ച് നിരത്തി അതെല്ലാം തന്നെ കേരളത്തിന്റെ വകയായി മാറ്റുക തന്നെ ചെയ്യും ഈ ഗവൺമെന്റ് എന്നതിൽ സംശയമില്ല. തോൽവികൾ തളർത്താത്ത പോരാളി. തുടർ തോൽവികളുടെ കൊടിയ നിരാശയുടെ ഇരുളിൽ നിന്നും പ്രതീക്ഷയുടെ വെളിച്ചവാതിലുകൾ സ്വയം തള്ളിത്തുറന്ന നേതാവ്. MN വിജയന്റെ വിശേഷണമാണ് ഏറ്റവും അനുയോജ്യം. പരാജയം ഭക്ഷിച്ചു ജീവിക്കുന്നവൻ. 17-ാം വയസ്സിൽ തുടങ്ങി കാലം എത്ര കടന്നു പോയാലും VS എന്ന 2 അക്ഷരവും അദ്ദേഹത്തിന്റെ പോരാട്ട ജീവിതവും നമ്മൾ മലയാളികൾ ആരും മറക്കുകയില്ല. അത് നമ്മൾ വരും തലമുറകളിലേക്ക് ഇങ്ങനെ പകർന്നു നൽകിക്കൊണ്ടേയിരിക്കും, ആ ചരിത്രവും കഥകളുമെല്ലാം, അല്ലേ? അപ്പോൾ VSനെ കുറിച്ച് നമുക്കറിയാം, ഓരോ ദേശത്തെ ജനവിഭാഗങ്ങൾക്കും പറയാനുള്ളത് വ്യത്യസ്തങ്ങളായ കഥകളും അനുഭവങ്ങളുമാണ്. അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടുള്ള ഓരോ വ്യക്തിക്കും അത്തരത്തിൽ വ്യത്യസ്തമായ ഓരോ അനുഭവങ്ങളും കഥകളുമായിരിക്കും പറയാനുള്ളത്. അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അദ്ദേഹം സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് പറയാനുണ്ടാകും. അത്തരത്തിലൊന്നാണ് ഇടുക്കിയിലെ ട്രൈബൽ മേഖലയായ പൂമാലയിലെ നിവാസികൾക്ക് പറയാനുള്ളത്.
ഒരു പ്രദേശത്തെ ആദിവാസികളെ ഒന്നാകെ വൃക്ക തട്ടിപ്പിന് ഇരയാക്കാനുള്ള ഗൂഢനീക്കത്തെയാണ് VSന്റെ സമയോചിതമായ ഇടപെടലിലൂടെ ഇല്ലാതാക്കിയത്. കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് വൃക്ക ദാനം ചെയ്യുന്നവർക്ക് 5 മുതൽ 10 ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്ത് ഇടുക്കിയിൽ തട്ടിപ്പ് നടത്തിയത്. വൃക്ക നൽകി വൻതുക ലഭിച്ച പ്രദേശവാസികളിൽ ചിലരെ ഇവർ ഇടനിലക്കാരുമാക്കി. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട നിരവധി ആളുകൾ ഈ ചതിക്കുഴിയിൽ വീഴുകയും ചെയ്തു. എന്നാൽ വാഗ്ദാനം വിശ്വസിച്ച് വൃക്ക നൽകിയ പലർക്കും പണം ലഭിച്ചില്ല. മിക്കവർക്കും യാത്രാ ചെലവിനുള്ള പണം മാത്രമാണ് ലഭിച്ചത്. ഇവരിൽ ചിലർ ചെറിയ തോതിൽ പരാതിയൊക്കെ ഉയർത്തിയെങ്കിലും സംഭവം ഒതുങ്ങിപ്പോകുമെന്ന് തട്ടിപ്പ് സംഘം ഉറപ്പിച്ചു. പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ തട്ടിപ്പിനെ കുറിച്ചറിഞ്ഞ് അക്കാലത്ത് വാഹന സൗകര്യം പോലും ഇല്ലാതിരുന്ന മലയോര മേഖലയായ മേത്തൊട്ടിയിലെത്തി. തട്ടിപ്പിനിരയായവരുടെ വീടുകൾ സന്ദർശിച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. VSന്റെ ഇടപെടലോടെ വിഷയം മറ്റൊരു തലത്തിലേക്ക് മാറി. VS പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് പരാതി VSന് കിട്ടുകയും ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് മേത്തോട്ടിയിൽ ഈ വൃക്ക വിറ്റ ആൾക്കാരുടെ അടുത്ത് വരികയും അവരോട് കാര്യങ്ങൾ ചോദിക്കുകയും അപ്പം ഒത്തിരി പേര് അതിന് വിധേയരായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി VS അതിനെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കുകയും ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തതിൻ്റെ പേരിൽ അടിസ്ഥാനത്തിലൂടെ ഒത്തിരി ആൾക്കാരുടെ ജീവൻ തിരിച്ചു കിട്ടുകയും വൃക്ക പോകാതിരിക്കുകയും ചെയ്തിരുന്നത്. അത് നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ VSന്റെ ഭാഗത്തുനിന്നുണ്ടായതുകൊണ്ട് ജനങ്ങൾ ബോധവാന്മാരായി. വൃക്ക നൽകിയവരിൽ ചിലർ പിന്നീട് വിവിധ തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ട് നേരിടുകയും അകാലത്തിൽ മരണമടയുകയും ചെയ്തു. VS ഇടപെട്ടതുകൊണ്ടാണ് കൂടുതൽ പേർ വഞ്ചിതരാകാതിരുന്നതെന്ന് തട്ടിപ്പിനിരയായവർ പറയുന്നു. ദുർഘടമായ പാതയിലൂടെ പാവങ്ങൾക്കായി മല കയറിയ VSനെ ഇന്നും സ്നേഹത്തോടെ ഓർക്കുകയാണ് മേത്തൊട്ടിയിലെ ജനങ്ങൾ. ന്യൂസ് 18 ഇടുക്കി. നമുക്ക് മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി പോകാം. ഇന്ത്യയും ബ്രിട്ടനും ഇന്ന് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും ബ്രിട്ടനിലെത്തി. ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന 99% സാധനങ്ങൾക്കും ഘട്ടം ഘട്ടമായി ബ്രിട്ടൻ തീരുവ ഒഴിവാക്കുമെന്നതാണ് കരാറിലെ പ്രധാന ധാരണ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി മോദി കൂടിക്കാഴ്ച നടത്തും. ബ്രിട്ടനിലെത്തിയ മോദിക്ക് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. വിവരങ്ങളുമായി VR കാർത്തിക് ചേരുന്നു നമുക്കൊപ്പം. കാർത്തിക്, വെരി ഗുഡ് മോർണിംഗ്. ഇന്ത്യയുടെ വ്യാപാര മേഖലയെ സംബന്ധിച്ച്, സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചൊക്കെ ഏറെ നിർണായകമായ ഗുണകരമാകുന്ന ഒരു കരാർ തന്നെയാണ് ഈ ബ്രിട്ടനുമായി ഇപ്പോൾ ഒപ്പുവെക്കാൻ പോകുന്നത്. കരാറിലെ പ്രധാനപ്പെട്ട ധാരണകൾ അതെങ്ങനെയാണ്? ആര്യ, ഏതാണ്ട് 3 വർഷത്തോളം നീണ്ട ചർച്ചകൾ, ഏതാണ്ട് 15 റൗണ്ടോളം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇന്ന് ആ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് ഇന്ത്യയും ബ്രിട്ടനും എത്തുന്നത്. ദീർഘകാലമായി ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്നു. പല ഘട്ടങ്ങളിലായി ഉദ്യോഗസ്ഥ തലം മുതൽ മന്ത്രിതലത്തിൽ വരെ ചർച്ചകൾ നടന്നു. അതിൻ്റെ ഒരു ഏകദേശ ധാരണയിലേക്ക് എത്തിയ ശേഷം ഇന്ന് കരാറിൽ ഒപ്പുവെക്കുകയാണ് ഇരു രാജ്യങ്ങളും എന്നതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 കെയർ സ്റ്റാർമറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച ആരംഭിക്കും. ഏതാണ്ട് 2 മണിക്കൂറിലധികം ഈ കൂടിക്കാഴ്ച നീണ്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ചർച്ചകളിലാകും ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്ക് എന്നത് സംബന്ധിച്ച കാര്യത്തിലേക്ക് ഒരു അന്തിമ ധാരണയിലെത്തുകയും കരാറിൽ ഒപ്പിടുകയും ചെയ്യുക. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിൽ പല ഘട്ടങ്ങളിലായി നടന്ന ചർച്ചകളിൽ വലിയ പ്രതീക്ഷകളാണ് പങ്കുവയ്ക്കുന്നത്. കാരണം ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ ഏതാണ്ട് 4.9 ലക്ഷം കോടിയുടെ വ്യാപാരമാണ് ഒരു വർഷം നടന്നുകൊണ്ടിരുന്നത്. ഇത് വരുന്ന 5 വർഷത്തിനുള്ളിൽ അത് 10 മടങ്ങായി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കരാർ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്ത്യക്ക് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കർഷകർ മുതൽ പ്രൊഫഷണലുകൾ വരെയുള്ളവർക്ക് ഈ കരാറിലൂടെ ഗുണമുണ്ടാകും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യയിൽ നിന്നുള്ള സമുദ്രോൽപ്പന്ന കയറ്റുമതിക്ക് തീരുവ 0% എത്തും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇപ്പോൾ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ലെതർ, പാദരക്ഷകൾ എന്നിവയുടെ നികുതിയും 16% നിന്ന് 0% എന്ന രീതിയിൽ വിവരങ്ങൾ പുറത്തു വരുന്നു. തുണിത്തരങ്ങളുടെ നികുതി 12% നിന്ന് 0%. അതോടൊപ്പം തന്നെ സ്കോച്ച് വിസ്കി, ബ്രിട്ടൻ നിർമ്മിത കാറുകൾ ഇതടക്കമുള്ളവയുടെ ഇറക്കുമതിക്ക് ഘട്ടം ഘട്ടമായി തീരുവ ഒഴിവാക്കും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. കേന്ദ്രമന്ത്രിസഭ ഇതിനോടകം തന്നെ ഇതിന് അംഗീകാരം നൽകിയതായി റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്തായാലും ഔദ്യോഗിക
അംഗീകാരം കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇനി വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് പാർലമെന്റിലും ഈ കരാർ സംബന്ധിച്ച പാസ്സാക്കേണ്ടതുണ്ട്. ആ ബ്രിട്ടീഷ് പാർലമെന്റ് ഇത് അംഗീകരിക്കേണ്ടതുണ്ട്. ഈ ഒരു കടമ്പ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. എന്തായാലും 3 വർഷത്തോളം നീണ്ട ചർച്ചകൾക്കൊടുവിൽ, ഏതാണ്ട് 15 റൗണ്ടോളം നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ധാരണയിലെത്തിയിരിക്കുന്നു. ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ആ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും എന്ന സുപ്രധാന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ നേട്ടമുണ്ടാകുന്ന വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് ചുരുങ്ങിയ കാലത്തേക്ക് പ്രൊഫഷണലുകൾ UK പോകുമ്പോൾ അവിടുത്തെ സാമൂഹ്യ സുരക്ഷാ നികുതി അടക്കം നൽകേണ്ടതുണ്ടായിരുന്നു നേരത്തെ. ഇതടക്കമുള്ള നികുതികൾ ഒഴിവാക്കുന്ന തരത്തിലേക്ക് ഈ കരാറിൽ നിബന്ധനകൾ ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അങ്ങനെയെങ്കിൽ ചെറിയ വിസിറ്റിന് പോലും UK പോകുന്നവർക്ക് വലിയ തോതിലുള്ള പണം അവിടെ കെട്ടിവെക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്ന സാഹചര്യം അതടക്കം ഒഴിവാകും. അങ്ങനെ താഴെത്തട്ടിൽ കർഷകർക്ക് മുതൽ തൊഴിലാളികൾക്ക് മുതൽ അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലെ ഇടത്തരം ചെറുകിട നിർമ്മാണ മേഖലകൾക്ക് മുതൽ എല്ലാം തന്നെ വലിയ തോതിലുള്ള ഊർജ്ജം പ്രതീക്ഷിക്കുന്ന ഒരു കരാറിലാണ് ഇന്ത്യയും ബ്രിട്ടനും ഇന്ന് ഒപ്പുവെക്കുന്നത്. ആര്യ. യെസ്, VR കാർത്തിക്കാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കാർത്തിക് സൂചിപ്പിച്ചതുപോലെ തന്നെ നീണ്ട കാലത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ ഇന്ത്യയും ബ്രിട്ടനും ഇന്ന് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കുകയാണ്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. VS ഒരു പേരല്ല, അതൊരാശയമാണ്. അവസാനിക്കാത്ത പോരാട്ടമെന്ന ആശയം, നീതിക്ക് വേണ്ടിയുള്ള കലഹങ്ങളെ പ്രതീക്ഷാഭരിതമാക്കുന്ന പ്രചോദനം, ആധുനിക കേരളീയ ജീവിതത്തെ അത്രമേൽ സ്വാധീനിക്കുകയും മാറ്റിമറിക്കുകയും ചെയ്ത നിലപാട്. VS പക്ഷക്കാരുടെ എണ്ണം ഒരു പാർട്ടിയിലും അച്യുതാനന്ദൻ എന്ന മനുഷ്യനിലും ഒതുങ്ങുന്നതല്ല. അതിനിയും കാലങ്ങളോളം പ്രകാശം പരത്തും. ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണെന്റെ യൗവനം. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. ചരിത്രം VS അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ പ്രവർത്തകനെ ഇങ്ങനെയാകും അടയാളപ്പെടുത്തുക. പാർട്ടി സെക്രട്ടറി ആയാലും മുഖ്യമന്ത്രിയായാലും VS പ്രതിപക്ഷ നേതാവായിരുന്നു. ജനം പ്രതിപക്ഷത്തു നിന്നപ്പോഴെല്ലാം ജനങ്ങളുടെ ശബ്ദമായിരുന്നു. ജനങ്ങൾക്കും ഭാവി തലമുറകൾ ഒരു തരത്തിലുള്ള ക്ഷീണവും വരുന്നതല്ല എന്ന് പഠന റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ ഉടൻകുളം പദ്ധതിയുമായി മുന്നോട്ട് പോകാവൂ. പ്രകൃതി സംരക്ഷണമാണ് വികസനത്തിന്റെ ആദ്യ പാഠമെന്ന് ഉറക്കെ ആവർത്തിച്ച് കലഹിച്ചു ബോധ്യപ്പെടുത്തിയ കമ്മ്യൂണിസ്റ്റ്. പാഠം നികത്തലായാലും സോഫ്റ്റ്വെയർ കുത്തകയായാലും അധ്വാനവർഗ നിലപാട് കാലത്തിനു മുമ്പേ തിരിച്ചറിഞ്ഞ് കലാപക്കൊടി നാട്ടിയ മാർക്സിസ്റ്റ് ബോധ്യം. പിണങ്ങിപ്പിരിയലല്ല, ഉള്ളിൽ നിന്നുള്ള തിരുത്തലാണ് പ്രായോഗികതയെന്ന് തെളിയിച്ച വിപ്ലവകാരി. അടിയാളന്റെയും മണ്ണിന്റെയും പെണ്ണിന്റെയും മാനത്തിന് മാനത്തോളം വില നൽകിയ മാനവികൻ. കോൺഗ്രസോ UDFോ ഇടതുപക്ഷം വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിരിക്കുകയാണ്. റിട്ടേണിംഗ് ഓഫീസർമാരെ ഉടൻ ചുമതലപ്പെടുത്തും. ജഗ്ദീപ് ധൻഖറിന്റെ രാജിക്ക് പിന്നാലെ അടുത്ത ഉപരാഷ്ട്രപതി ആരെന്ന ചർച്ചകൾ സജീവമാണ്. നമുക്കറിയാം, പല പേരുകൾ ചർച്ചകളിലുണ്ട്, അന്തരീക്ഷത്തിലുണ്ട്, പല അഭ്യൂഹങ്ങളുണ്ട്. അപ്പോൾ ആരെന്നുള്ള ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ ആ ചർച്ച അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ രാംനാഥ് താക്കൂറിന്റെ പേരിനാണ് മുൻതൂക്കം വന്നിരിക്കുന്നത്. റിപ്പോർട്ട് കാണാം. ജഗ്ദീപ് ധൻഖർ എന്ന ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി രാജിവെച്ചത് അമ്പരപ്പോടെയാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും BJPയുടെ അനുഭാവികളും പ്രവർത്തകരും. പ്രത്യേകിച്ചും BJPയുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വളരെ വേഗം എത്താത്ത അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാത്ത നേതാക്കളൊക്കെ കണ്ടത്. കാരണം അപ്രതീക്ഷിതമായിരുന്നു ആ രാജി. ആ ദിവസം വരെയും രാജിവെക്കുന്ന ദിവസം വരെയും വളരെ സജീവമായി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരാൾ വൈകുന്നേരത്തോടു കൂടി ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് രാജിവെക്കുക എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ രാജ്യത്തിന് തന്നെ അപ്രതീക്ഷിതമായ ഒന്നാകുന്നതിൽ കൗതുകമില്ല.
പക്ഷെ പലപ്പോഴും അമ്പരപ്പിക്കുന്ന തീരുമാനങ്ങൾ കൊണ്ട്, അമ്പരപ്പിക്കുന്ന സ്ഥാനലബ്ധികൾ കൊണ്ട് പല സ്ഥാനങ്ങളിലേക്കും അപ്രതീക്ഷിതമായ ആളുകളെ എത്തിക്കുന്ന രീതി BJPക്ക്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊക്കെ ഉണ്ട് താനും. സാധാരണ ഉപരാഷ്ട്രപതി സ്ഥാനമൊഴിയുമ്പോൾ വൈകാരികമായ തരത്തിൽ പ്രതികരിക്കാറുള്ള നരേന്ദ്രമോദി ധൻഖറിന് സാധാരണ രീതിയിൽ ആശംസ നേർന്നു എങ്കിലും BJP നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് മൗനം തുടർന്നു. അത് പതിവുള്ള കാര്യമല്ല. ജഗ്ദീപ് ധൻഖറിന് യാത്രയയപ്പ് നൽകാത്തതും ഒരുപാട് ചർച്ചയായി പിന്നീട് മാധ്യമങ്ങളിൽ നിറയുകയുണ്ടായി. വിടവാങ്ങൽ പ്രസംഗത്തിനും അദ്ദേഹത്തിന് അവസരം കൊടുത്തില്ല. വെറും 2 വരിയിൽ മാത്രം പ്രധാനമന്ത്രി ആശംസ അറിയിച്ചതും മറ്റും ഏറെ കൗതുകകരമായ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടയാക്കുകയും പ്രതിപക്ഷം പലതരത്തിലുള്ള, പ്രത്യേകിച്ച് കോൺഗ്രസ് പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളുമായി മുന്നോട്ട് വരികയും ദുരൂഹതയുണ്ട് എന്നും ജഗ്ദീപ് ധൻഖറിനെ അപമാനിക്കലാണ് എന്നുമുള്ള അഭിപ്രായമൊക്കെ പങ്കുവെക്കപ്പെടുകയും ചെയ്തു. സർക്കാരുമായുള്ള ഭിന്നത അവിടെയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അപ്പോഴും ഈ എന്താണ് ഇതിനുള്ള കാരണം എന്നുള്ളത് വിശദീകരിക്കണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രാജ്യസഭ സംഭവിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട രാജിയുടെ കാര്യങ്ങൾ ആഭ്യന്തര മന്ത്രാലയം അത് വളരെ കൃത്യമായി തന്നെ വിജ്ഞാപനം ചെയ്ത പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പിനുള്ള, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ വൈകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിയേക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അപ്രതീക്ഷിതമായ പ്രഖ്യാപനങ്ങൾ, പല തലങ്ങളിലുള്ള ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, രാഷ്ട്രപതി സ്ഥാനത്തേക്കൊക്കെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുവന്ന് എത്തിച്ചപ്പോഴൊക്കെ ഇത് വലിയ തോതിൽ NDAക്ക് പ്രയോജനം ചെയ്യുകയും BJPക്ക് പ്രയോജനം ചെയ്യുകയും ആ വിഭാഗത്തിനിടയിൽ കടന്നു കയറാനുള്ള എല്ലാ തരത്തിലുള്ള നടപടികൾ വിജയം കാണുകയും ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ തരത്തിൽ തന്നെയാണ് ഈ പുതിയ രാജിയെയും വിലയിരുത്തപ്പെടുന്നത് ചില രാഷ്ട്രീയ നിരീക്ഷകർ. ജഗ്ദീപ് ധൻഖറിന് പകരം ആരാകുമെന്ന ചർച്ചകൾ ഇപ്പോൾ മുറുകുകയാണ്. ഇത്തവണ പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് ഉള്ള ഒരാൾ ഉപരാഷ്ട്രപതിയാകും എന്നുള്ളതാണ് NDAയുടെ പദ്ധതി എന്നാണ് സൂചന. കേന്ദ്ര കൃഷി വകുപ്പ് സഹമന്ത്രിയും NDAയുടെ സഖ്യകക്ഷിയായ JDU നേതാവുമായ രാംനാഥ് താക്കൂറിൻ്റെ പേരാണ് വലിയ സാധ്യതയായി പറഞ്ഞു കേൾക്കപ്പെടുന്നത്. കാരണം ഭാരതരത്ന പുരസ്കാരം നൽകി രാജ്യം ആദരിച്ച മുൻ ബീഹാർ മുഖ്യമന്ത്രി കർപ്പൂരി താക്കൂറിൻ്റെ മകൻ കൂടിയാണ് രാംനാഥ് താക്കൂർ. ബീഹാറിലെ അതിപിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ആൾ കൂടിയാണ് രാംനാഥ് താക്കൂർ. ആ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഇത്തരത്തിൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തിലേക്ക് വരിക എന്ന് പറയുന്നതിന് വലിയ തോതിലുള്ള ദൂരവ്യാപകമായ വലിയ തോതിലുള്ള പ്രതീക്ഷകൾ BJP പങ്കുവെക്കുകയാണ്. കാരണം നമുക്കറിയാം, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ BJP ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. അതുമാത്രമല്ല, നിതീഷ് കുമാറിൻ്റെ കാർമ്മികത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് എന്നത് പ്രധാനമാണ്. BJPക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് അവിടെ. പക്ഷേ NDAക്ക് ബദലായി അവിടെ UPA കക്ഷികൾ, UPA ഒക്കെ വലിയ തോതിൽ, കോൺഗ്രസ് ആകട്ടെ, ലാലു പ്രസാദ് പാർട്ടിയാകട്ടെ, അതൊക്കെ വലിയ തോതിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട് സഖ്യമായി. അവരും വലിയ തോതിലുള്ള മുന്നേറ്റം അവിടെ പ്രതീക്ഷിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക്, രാംനാഥ് താക്കൂർ എന്ന പേരിലേക്ക് ഒരുപക്ഷെ NDA എത്തിയേക്കുക എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ബീഹാറിൽ നടക്കാമോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയ ഗുണം NDAക്ക് ഉണ്ടാക്കും എന്ന് കരുതപ്പെടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഒപ്പം രാജ്യസഭാ ഉപാധ്യക്ഷനായ ബീഹാറിൽ നിന്നുള്ള ജനതാദൾ യുണൈറ്റഡ് നേതാവ് ഹരിവംശ് സിംഗിൻ്റെ പേരുകൂടി, JDU നേതാവാണ്, ഹരിവംശ് സിംഗിൻ്റെ പേരിന് കൂടി മുൻതൂക്കമുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. സർക്കാരിൻ്റെ വിശ്വസ്ത സഖ്യകക്ഷി എന്നതിന് പുറമെ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഹരിവംശിൻ്റെ പദവി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പശ്ചാത്തലം ഉണ്ട് എന്ന് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലമുണ്ട്. അതേസമയം BJP അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുന്ന JP നഡ്ഡയുടെ പേരും BJP പരിഗണിക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. മുൻ ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുൻ കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി, നിലവിലെ രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ് എന്നിവരെയൊക്കെ ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ പരിഗണിക്കപ്പെടുന്ന കൂട്ടത്തിലുണ്ട്. ഒപ്പം മറ്റൊരു കൗതുകകരമായ പേര് ഇതിനോടൊപ്പം ഉയർന്നു വരുന്നത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ ചുറ്റിപ്പറ്റിയുള്ള അഭ്യൂഹങ്ങളാണ്. ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെയായി 422 MPമാർ NDAക്ക് ഉള്ളതും കൂടി നമുക്കറിയാം. നിതീഷ് കുമാറിൻ്റെ പേര് വരുമ്പോൾ നിതീഷ് കുമാറിനെ വളരെ കൃത്യമായി തന്നെ ഒരു സ്ഥാനത്തേക്ക് പ്ലേസ് ചെയ്തു. ഒപ്പം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJP
നേതാവ് എത്തും എന്നുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ബി ജെ പിക്ക് അത് വലിയ തോതിലുള്ള ആഗ്രഹമുള്ള ഒരു സ്ഥാനം കൂടിയാണ്. ബീഹാർ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായി ബി ജെ പിയുടെ നേതാവ് എത്തുക, മുഖ്യമന്ത്രി സ്ഥാനം ബി ജെ പി ഏറ്റെടുക്കുക എന്നതൊക്കെ അത് നിതീഷ് കുമാറുമായി ചേർന്ന് നിൽക്കുന്നു. അതിനാണ് നിതീഷ് കുമാർ ഒരുപക്ഷെ ഉപരാഷ്ട്രപതി ആയി കഴിഞ്ഞാൽ എൻ ഡി എയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി, വിശ്വസ്തരായ ഘടകകക്ഷിയായ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയെ കൃത്യമായി തന്നെ തൃപ്തിപ്പെടുത്താൻ സാധിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. ഏതായാലും 394 വോട്ടുകൾ മാത്രമാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കാൻ വേണ്ടത്. അതിനുള്ള ഭൂരിപക്ഷം തൽക്കാലം എൻ ഡി എക്ക് ഉണ്ട് താനും. ഭരണഘടനാ അനുച്ഛേദം 67 പ്രകാരം ഉപരാഷ്ട്രപതിയെ 5 കൊല്ലത്തേക്കാണ്. നമുക്കറിയാം ഇനി ഈ 2 വർഷം കഴിഞ്ഞാണ് ജഗദീപ് ധൻഖർ മാറുന്നത് എങ്കിൽ പോലും വരുന്ന ഉപരാഷ്ട്രപതിക്കും 5 വർഷം കാലയളവ് ഉണ്ടാകും. അല്ലാതെ ആ മറ്റ് കാലാവധി പൂർത്തിയാക്കുക എന്നുള്ള രീതിയല്ല ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്ക് ഉള്ളത് എന്നതും പ്രധാനമാണ്. 32 ദിവസം നീളുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനായി ഉള്ളത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം കമ്മീഷൻ പുറപ്പെടുവിച്ച് 32 ദിവസത്തിനകം തെരഞ്ഞെടുപ്പ് നടക്കുകയും വേണം. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കണം. രഞ്ജിത് രാമചന്ദ്രന്റെ റിപ്പോർട്ടാണ് കണ്ടത്. എന്തായാലും ഉപരാഷ്ട്ര പദത്തിൽ നിന്ന് അപ്രതീക്ഷിതമായി രാജിവെച്ച ജഗദീപ് ധൻഖറിന്റെ പിൻഗാമി ആരാകും എന്ന ചർച്ചകൾ ഇങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഉടൻ തന്നെ നമുക്കത് അറിയാൻ കഴിയും എന്നതാണ്. ഇനി നമ്മൾ മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോയാൽ പ്രേക്ഷകർക്കറിയാം, ബ്രിട്ടീഷ് F-35 യുദ്ധവിമാനം ബി എന്ന യുദ്ധവിമാനം ഒരു അപ്രതീക്ഷിതമായ തകരാറുകളെ തുടർന്ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുകയും അത് ദിവസങ്ങളോളം ഇവിടെ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മുടെ എല്ലാം ട്രോളുകളിലൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നിറഞ്ഞു നിന്നത് ഈ F-35 ആയിരുന്നു. ഒടുവിൽ തകരാറുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് തിരികെ UK പറന്നു F-35 കഴിഞ്ഞ ദിവസം. അപ്പോൾ ഈ തകരാറുകൾ പരിഹരിക്കാൻ സഹായം നൽകിയതിന് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിന് നന്ദി പറഞ്ഞിരിക്കുകയാണ് UK സൈനികർ. അടിയന്തര ലാൻഡിംഗ് നടത്തിയത് മുതൽ തകരാറുകൾ പരിഹരിച്ച് മടങ്ങുന്നത് വരെ പൂർണ്ണ സഹായം നൽകിയതിനാണ് നന്ദി പ്രകാശനം. UK റോയൽ എയർഫോഴ്സ് ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ടോം സോയർ നേരിട്ടെത്തി എയർപോർട്ട് അധികൃതരെ നന്ദി അറിയിച്ചു. റോയൽ എയർഫോഴ്സിന്റെ ഉപഹാരവും കൈമാറി. അപ്പോൾ ഇനി നമുക്ക് കാലാവസ്ഥയിലേക്ക് ഒന്ന് കടന്നാൽ, സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇന്നുമൊക്കെ അതിശക്തമായ മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. ഇന്ന് 7 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് മുന്നറിയിപ്പുള്ളത്. പത്തനംതിട്ടയിലും ആലപ്പുഴയിലും കോട്ടയത്തും ഇടുക്കിയിലും കോഴിക്കോടും വയനാടും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് മുന്നറിയിപ്പുള്ളത്. നാളത്തെ ദിവസം 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ അതിശക്തമായ മഴ ഇങ്ങനെ തുടരുന്ന ഒരു സാഹചര്യം, അതിനോടൊപ്പം തന്നെ ഈ കടലാക്രമണം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമുക്കറിയാം, കൊച്ചി തീരങ്ങളിലൊക്കെ അതിരൂക്ഷമായ കടലാക്രമണമാണ്. അപ്പോൾ കഴിഞ്ഞ സമയങ്ങളിലൊക്കെയും ഈ പ്രതികൂലമായ കാലാവസ്ഥയിലൊക്കെ ഈ കണ്ണമാലി മേഖലയിലൊക്കെയുള്ള ജനങ്ങൾ എത്രത്തോളം വലിയ ദുരിതമാണ് അനുഭവിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ദുരിതത്തിനൊന്നും ഒരു അറുതിയും വന്നിട്ടില്ല. ന്യൂനമർദ്ദം ശക്തമായതോടെ കൊച്ചിയുടെ തീരമേഖലകളിൽ കടലാക്രമണം ഇപ്പോൾ വീണ്ടും രൂക്ഷമായിരിക്കുകയാണ്. കടൽ ഭിത്തി ഇല്ലാത്ത കണ്ണമാലി, വൈപ്പിൻ പ്രദേശങ്ങളിലാണ് കൂടുതൽ പ്രതിസന്ധി ഇപ്പോൾ ഉള്ളത്. വേലിയേറ്റ സമയങ്ങളിൽ വീടുകളിൽ കഴിയാനാകാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. കണ്ണമാലിയിൽ നിന്നും ഡാനി പോൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ചെല്ലാനം കണ്ണമാലി ഭാഗത്തേക്ക് വരുമ്പോൾ, ഇത് കണ്ണമാലി ചെറിയ കടവ് ഭാഗത്താണ്. അത് റോഡ്, ആ റോഡിൽ നിന്ന് ഇവിടേക്ക് വീട്ടിലേക്ക് കയറുകയാണ്. വീട്ടിലേക്ക് കയറുമ്പോഴുള്ള ഒരു അവസ്ഥ ഇതാണ്. ഏതാണ്ട് മുട്ടറ്റം വെള്ളമാണ് ഈ ഭാഗത്തേക്കെല്ലാം തന്നെ പോകുമ്പോൾ. ഇവിടെ മുഖ്യ പ്രശ്നം നമുക്കറിയാം, കടലാക്രമണം വളരെ രൂക്ഷമായൊരു പ്രദേശമാണ് കണ്ണമാലി, ചെറിയകടവ്, കമ്പനിപ്പടി ഭാഗത്തേക്കെല്ലാം തന്നെ വരുമ്പോൾ. നിലവിൽ ഇപ്പോഴത്തെ പ്രശ്നം കർക്കിടക വാവ് ആയതോടുകൂടി വലിയ രീതിയിലേക്ക് ഇവിടെ വേലിയേറ്റം ശക്തമായിരിക്കുന്നു എന്നതാണ്. സാധാരണ ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ കൂടി നമുക്ക് നോക്കാം. മിക്കവാറും ഈ മേഖലയിലുള്ള എല്ലാ വീടുകളും വീണ്ടും ദുരിതത്തിലായിരിക്കുന്നു എന്നതാണ്. വീടിന് അകത്തേക്ക് വരുമ്പോഴൊരു അവസ്ഥ ഇതാണ്. ഇതിപ്പോൾ അടുക്കള ഭാഗമാണ്. അടുക്കളയെല്ലാം തന്നെ പൂർണ്ണമായും ഈ ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് വെള്ളത്തിന് മുഴുവൻ പിടിയില്ല. എങ്ങനെയാണ് വീട്ടിലെ പാചകവും കാര്യമൊക്കെ എങ്ങനെയാണ്? പാചകം പറഞ്ഞാൽ ഈ വെള്ളം ഇറങ്ങാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ വെള്ളത്തിന് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ കാലി മരവിക്കും, ഇല്ലാത്ത രോഗം ഉണ്ടാകുകയും ചെയ്യും. ഇത് എല്ലാ ദിവസവും ഇത് തന്നെ പണിയാണ്. ഇപ്പോൾ കർക്കിടവാവിൻ്റെ പേരും പറഞ്ഞാണ് ഇങ്ങനെ നിൽക്കണത്. വാടക കിട്ടിയാൽ അപ്പം തന്നെ പൊട്ടിപ്പോവും. ഇവിടുത്തെ വാർഡ് മെമ്പർ ഒന്നും ചെയ്യിക്കണില്ല. ഇവിടെ
അതാണ് കർക്കിടക വാവാണ് ഇതിൻ്റെ ഒരു കാരണമായിട്ട് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഏതാണ്ട് അവസ്ഥ ഇത് തന്നെയാണ്. നോക്കുക, വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും എല്ലാം തന്നെ ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചിരിക്കുന്നു. എല്ലാ മുറിയിലും തന്നെ ഇതുപോലുള്ള വീടിൻ്റെ എല്ലാ മുറിയിലും ഇതുപോലുള്ള വെള്ളക്കെട്ടാണ്. ചേച്ചി നമുക്കൊപ്പം ഉണ്ട്. 21 ദിവസം കടൽ കയറി, എന്നിട്ട് ഒരാഴ്ച അതിനൊരു ഇതുണ്ടായി, റെസ്റ്റ് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 4 ദിവസമായി കയറണം. പിന്നെ 4 ദിവസമായി ഇപ്പൊ ഇത് തുടങ്ങിയിട്ട്. ഇങ്ങനെയാണ് എല്ലാ ദിവസവും എല്ലാ മുറിയും ഇങ്ങനെ മുങ്ങനെയാണ്. ഞങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ പോകും. ഞങ്ങളുടെ വീടാണെങ്കിൽ ഇങ്ങനെ ഇത്ര ഇതായിട്ട് അതപ്പതിച്ച് നിൽക്കണേ. ഓർക്കുമ്പോ വല്ല ഇടിഞ്ഞു വീണാ എന്ത് ചെയ്യും? അതാണ് വിഷയം. കാരണം ഇത് കാലപ്പഴക്കമുള്ള നിരവധി വീടുകൾ ഈ മേഖലയിലുണ്ട്. അവരെല്ലാവരും തന്നെയും ഈ വെള്ളക്കെട്ടിൻ്റെ പിടിയിലായിരിക്കുന്ന വീടുകൾ. ആർക്കും ഒരു അടച്ചുറപ്പോ സുരക്ഷിതത്വമോ ഇല്ല. എന്ത് സംഭവിക്കാമെന്നൊരു അവസ്ഥയാണ് ഈ വേലിയേറ്റവും മഴക്കാലം എല്ലാം തന്നെ ഉണ്ടാകുമ്പോഴുള്ള ഒരു വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ഇത് അടുത്ത ദിവസങ്ങളിൽ സംഭവിച്ചാണ്. കഴിഞ്ഞ ദിവസം വാങ്ങിച്ചാണത്. കഴിഞ്ഞ ദിവസം വാങ്ങിച്ച അലമാരിയാണത്. പുതിയത് 8000 രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ്. അത് നശിഞ്ഞു പോണ ഒരു അവസ്ഥയിൽ കണ്ട അത്രയും വെള്ളം പൊങ്ങി നിൽക്കണേ. നമ്മുടെ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ. കാരണം ഞാൻ ഈ മൂത്ത മകനാണ് ഈ കുടുംബത്തെ. ഏറ്റവും വലിയ കണ്ട ഒരു ദുരിതം എന്ന് പറഞ്ഞാൽ വരുന്നില്ല. അതല്ല പുതിയ അലമാരി വാങ്ങിച്ചത്. ഇതെല്ലാം അപ്പുറത്തിരിപ്പുണ്ട് പുതിയ അലമാരി, ഫ്രിഡ്ജ്, കാര്യങ്ങളെല്ലാം. നമുക്ക് നഷ്ടങ്ങളെന്ന് പറഞ്ഞാൽ നഷ്ടങ്ങളേ ഉള്ളൂ. മുഴുവൻ ഗൃഹോപകരണങ്ങളും ഈ രീതിയിൽ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണിത്. ഒരു വീടിൻ്റെ മാത്രം ചിത്രമല്ല. ഇവിടെ കണ്ണമാലി മേഖലയിലേക്കൊക്കെ വരുമ്പോൾ ഈ ഇത്തരം വെള്ളക്കെട്ടിൻ്റെ പിടിയിലാകപ്പെട്ട മിക്കവാറും വീടുകളുടെ ഒരു അവസ്ഥയാണിത്. അതങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് താൽക്കാലികമായി മാറി നിന്നുകൊണ്ട് മാത്രം അവരുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നതാണ്. സ്ഥിരമായ ശാശ്വതമായ നടപടികൾ വേണമെന്നത് എത്രയോ കാലമായി പറയുന്നതാണ്. ഇപ്പോൾ പുതിയ പുലിമുട്ട് അടക്കമുള്ള ഒരു സംവിധാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും തന്നെ ഇത് എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാക്കിയില്ല എങ്കിൽ വലിയ രീതിയിലുള്ള കഷ്ടതകളിലേക്കെല്ലാം തന്നെ ഇവർ നീങ്ങും. ഇതിപ്പോൾ കർക്കിടക വാവ് അടുത്തതോടുകൂടി അതിരൂക്ഷമായിരിക്കുകയാണ്. കണ്ണമാലി മേഖലയിലെ വേലിയേറ്റം രൂക്ഷമായിരിക്കുന്നു. വെള്ളക്കയറ്റം തന്നെ രൂക്ഷമായിരിക്കുന്നു. പലർക്കും വീടുകൾ വിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് പോലും പോകുന്നതെന്ന് പോലും അവർക്ക് അറിയാത്ത സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. ഭൂരിഭാഗം വീടുകളും ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. കാസർഗോഡ് ചെറുവത്തൂർ വീരമലക്കുന്നിൽ വൻ മണ്ണിടിച്ചിൽ. 3 വാഹനങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ട കാഴ്ചയും വാർത്തയും ഒക്കെ പ്രേക്ഷകർ ഇന്നലെ കണ്ടതാണ്. ദേശീയപാതയിൽ മൈജ ഭാഗത്ത് പൂർണ്ണമായും മണ്ണ് നിറഞ്ഞ സാഹചര്യമായിരുന്നു. മണിക്കൂറുകളെടുത്താണ് ഈ മണ്ണ് നീക്കം ചെയ്യാനായത്. സർവകലാശാലയിൽ VC രജിസ്ട്രാർ പോര് അതിങ്ങനെ അയവില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് ഒരു അനുനയ നീക്കത്തിലേക്കൊക്കെ എത്തുന്ന സാഹചര്യം ഉണ്ട് എങ്കിൽ പോലും ഈ രജിസ്ട്രാർ VC പോര് അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്, രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് സാഹചര്യം. ഡോക്ടർ KS അനിൽകുമാറിന്റെ ശമ്പളം തടഞ്ഞു വെക്കാൻ ഉത്തരവിട്ട് കേരള സർവകലാശാല VC മോഹൻ കുന്നുമ്മൽ VC സസ്പെൻഡ് ചെയ്തിട്ടും സിൻഡിക്കേറ്റ് നിർദ്ദേശപ്രകാരം രജിസ്ട്രാർ പദവിയിൽ തുടരുന്നതിന് പിന്നാലെയാണ് ഈ നടപടി. ഡോക്ടർ മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല VC കൈമാറിയെങ്കിലും ഓഫീസിലും ഔദ്യോഗിക വാഹനവും വിട്ടുകൊടുക്കാൻ അനിൽകുമാർ തയ്യാറായിരുന്നില്ല. അപ്പോഴാണ് ഈ ശമ്പളം തടഞ്ഞുവെച്ചുള്ള പുതിയൊരു നീക്കവുമായി, പുതിയൊരു തിരിച്ചടിയുമായി VC രംഗത്തേക്ക് എത്തിയിട്ടുള്ളത്. ഇനി ഇതെങ്ങനെ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുമോ, എങ്ങനെ സിൻഡിക്കേറ്റ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യും, പ്രതികരണം ഉണ്ടാകും എന്നൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ കണ്ടറിയാം. കൊല്ലം പുനലൂരിൽ 5 വർഷം മുമ്പ് മഴയിൽ തകർന്ന പാലത്തിന്റെ കൈവരികൾ ഇനിയും ശരിയാക്കിയിട്ടില്ല. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ വന്മള പത്തുപറ പാലമാണ് കൈവരികളില്ലാതെ അപകട ഭീഷണി ഉയർത്തുന്നത്. ശക്തമായ മഴയിലും മലവെള്ളപ്പാച്ചിലിലും 5 വർഷം മുമ്പ് തകർന്നതാണ് വന്മള പുത്തുപറ പാലത്തിന്റെ കൈവരികൾ. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ വന്മള വാർഡിനെയും പുനലൂർ നഗരസഭയിലെ വിളക്കുവെട്ടം വാർഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഇത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയത പ്രദേശവാസികൾ അന്നുതന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. മതിയായ ഉയരമില്ലാതെ തോടിന്റെ പകുതി ഉയരത്തിൽ നിർമ്മിച്ചതാണ് പാലം. കൈവരികളാകട്ടെ ഏറ്റവും കുറഞ്ഞ കമ്പികൾ കൊണ്ട് നിർമ്മിച്ചതും. പാലത്തിന്റെ പൊക്കമില്ലായ്മയും കൈവരികളുടെ ബലക്കുറവും നിർമ്മാണ സമയത്ത് തന്നെ പ്രദേശവാസികൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പക്ഷേ ആരും കണ്ടില്ലെന്നതാണ് സത്യം. ചെമ്പരവി അച്ചൻകോവിൽ വനമേഖലയിൽ ശക്തമായ മഴ പെയ്യുകയും ചെറിയ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് മലവെള്ളവും കൂറ്റൻ മരങ്ങളും ഒഴുകിവന്ന് പാലത്തിന്റെ കൈവരികൾ തകർത്തത്. 5 വർഷമായി ഇതേ സ്ഥിതി തുടരുകയാണ്. 4-5 കൊല്ലമായി ഈ പ്രദേശത്തെ പത്തുപറ പാലം എന്ന് പറയുന്നത്
രണ്ട് സൈഡിലും കൈവരി വേണമായിരുന്നു. ആ കൈവരി വെച്ചത് ഒരു പൈപ്പിൻ്റെ 2 സൈഡിലും പൈപ്പായിരുന്നു. ആ പൈപ്പ് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് മുമ്പ് ഒരു 3 കൊല്ലത്തിന് മുമ്പ് വെള്ളപ്പൊക്കത്തിന് മുമ്പ് തകർന്നു പോയി. ഒരു കുട്ടികൾക്ക് പോലും ഒരു മനുഷ്യന് പോലും ഈ സൈഡിൽ കൂടെ നടന്നു വരാനോ പോകാനോ പറ്റാത്ത അവസ്ഥയായിരുന്നു. സ്കൂൾ കുട്ടികളും എല്ലാവരും അക്കരെ ഇക്കരെ ഉള്ളവർക്ക് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് വരെ ആ കൈവരികൾ സ്ഥാപിച്ചിട്ടില്ല. കൈവരികളില്ലാത്ത പാലത്തിലൂടെ അപകടകരമായ നിലയിലാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നുപോകുന്നത്. കാൽനട യാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ടാണ്. മഴ ശക്തമായി തോട്ടിൽ വെള്ളമുയർന്നാൽ പാലം മുങ്ങുകയും അക്കരെ ഇക്കരെ പോകാൻ കഴിയാത്ത അവസ്ഥയുമാണ്. പാലത്തിന്റെ കൈവരികളെങ്കിലും അടിയന്തരമായി ശരിയാക്കി നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 പുനലൂർ. വിനോദസഞ്ചാര കേന്ദ്രമായ വർക്കലയിൽ വെള്ളക്കെട്ട് കാരണം ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ്. മൈതാനം ജംഗ്ഷനിലെ വെള്ളക്കെട്ട് യാത്രക്കാരെയും കച്ചവടക്കാരെയും ദുരിതത്തിലാഴ്ത്തുകയാണ്. കൊതുകുജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, മലേറിയ തുടങ്ങിയ പകർച്ചവ്യാധികൾ പിടിപെടാൻ സാധ്യതയുള്ള മലിനജലമാണ് റോഡിൽ കെട്ടിക്കിടക്കുന്നത്. വർക്കല മൈതാനത്തെ ബസ് സ്റ്റോപ്പിന് മുന്നിലും എതിർവശത്തുമാണ് സ്ഥിരമായി വെള്ളക്കെട്ടുള്ളത്. മഴ പെയ്താൽ റോഡിലൂടെ നടക്കാനോ ബസ്സിൽ കയറാനോ പോലും കഴിയാത്ത അവസ്ഥ. ടൗണിലെ പ്രധാന കാത്തിരിപ്പ് കേന്ദ്രങ്ങൾക്ക് മുന്നിലും വെള്ളക്കെട്ടാണ്. ബസ്സുകൾ വളരെ വേഗത്തിൽ വെള്ളത്തിലിറക്കിയാൽ യാത്രക്കാരുടെ ദേഹത്ത് ചെളി തെറിക്കും. ബസ്സിൽ നിന്ന് യാത്രക്കാർ നേരെ ഇറങ്ങുന്നത് ചെളിവെള്ളത്തിലേക്കാണ്. ബസ്സിൽ കയറാനും ഇതേ ബുദ്ധിമുട്ട് സഹിക്കണം. റോഡിന്റെ ചരിവ് ഓടയുള്ള ഭാഗത്തേക്ക് കൃത്യമായി ക്രമീകരിച്ച് വെള്ളം ഒഴുക്കുന്ന രീതിയിൽ പുനർനിർമ്മാണം ആവശ്യമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. വർക്കല നഗരസഭയുടെ കൊതുകു വളർത്തൽ കേന്ദ്രമെന്ന പരിഹാസവുമുണ്ട്. കച്ചവടം ചെയ്യാൻ പറ്റത്തില്ല, ആളുകൾക്ക് വണ്ടിയിൽ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് കയറാനൊന്നും പറ്റത്തില്ല. ഇത് 5-6 വർഷം കൊണ്ടേ ഇങ്ങനെ നടക്കും. എല്ലാവരെയും അറിയിച്ചു, നമ്മൾ അറിയിക്കേണ്ടിടത്തെല്ലാം അറിയിച്ചു. ഓരോരുത്തരെയും അറിയിക്കാൻ പറയും. ഓരോ ഡിപ്പാർട്ട്മെന്റിലെ അറിയിക്കാൻ പറയുമ്പോൾ അവരെ അറിയിച്ചാലും യാതൊരു ഒന്നുമില്ല, ഇതുവരെ ഒന്നുമില്ല. എന്നും ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുക. എല്ലാ സീസണിലും വെള്ളം ഇങ്ങനെ ഉണ്ട്. മാസങ്ങൾക്ക് മുമ്പ് കിഫ്ബി ഫണ്ടിൽ റോഡ് നവീകരണം നടത്തിയിട്ടും വെള്ളക്കെട്ട് പരിഹരിക്കാത്തത് അധികൃതരുടെ അനാസ്ഥയാണെന്ന് വ്യാപാരികൾ ആരോപിക്കുന്നു. റോഡിന്റെ പകുതി ഭാഗത്തോളം വെള്ളക്കെട്ടായതിനാൽ മധ്യഭാഗത്തു കൂടിയാണ് കാൽനട യാത്രക്കാർ സഞ്ചരിക്കുന്നത്. റോഡിൽ ഗതാഗതക്കുരുക്കുണ്ടാകാനും വെള്ളക്കെട്ട് കാരണമാകുന്നുണ്ട്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് ഞാൻ മുനിസിപ്പാലിറ്റി ചെന്ന് പറഞ്ഞു ചെയർമാൻ്റെ. അതുകൂടാതെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മളെ ഈ വാർഡിലെ ഈ കട നിൽക്കുന്ന വാർഡിലെ മെമ്പറെടുത്ത് പറഞ്ഞു. അവരെല്ലാം ഓക്കെ, ഞാൻ ശരിയാക്കാം. അങ്ങനെ ഞാൻ ചെന്ന് ചോദിച്ചു. ഒത്തിരി ഈ സീസണിൽ ഒത്തിരി മണ്ണ് കൊണ്ടിട്ടാ. അങ്ങനെ ഞാൻ ഒരു 2 ലോഡ് മണ്ണിട്ട് അങ്ങ് നികത്തിയപ്പോൾ ആൾക്കാർ ഇവിടെ കച്ചവടം നമുക്കുണ്ടായിരുന്നു. ഇപ്പൊ അതിനുശേഷം എന്ത് ചെയ്ത്, ഒരു രാത്രി വന്നവര് ഈ മണ്ണെല്ലാം കോരിക്കൊണ്ടങ്ങ് പോയി. വീണ്ടും വെള്ളം അതിനെക്കാട്ടി കൂടുതലായി നിൽക്കരുത്. നമുക്ക് നിവൃത്തിയില്ല. നമ്മുടെ 2 കുടുംബത്തിന്റെ കടയാണിത്. വെള്ളക്കെട്ടിൽ വാഴ നട്ടുള്ള പ്രതിഷേധ സമരം പലപ്പോഴായി ജനങ്ങൾ നടത്തിയിട്ടും അധികൃതർക്ക് കുലുക്കമില്ല. പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകുന്നതല്ലാതെ ശാശ്വത പരിഹാരം ഇതുവരെയും ഉണ്ടായിട്ടില്ല. നടപ്പാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അപാകതയുമാണ് മൈതാനത്തെ വെള്ളക്കെട്ടിന് കാരണം. ന്യൂസ് 18 വർക്കല. അപ്പോൾ ഇനി നമ്മുടെ ഫേവറേറ്റ് സെഗ്മെന്റിലേക്കാണ് രാവിലെയിൽ ഇനി കടക്കുന്നത്, സ്പെഷ്യൽ ഡേ സെഗ്മെന്റ്. അപ്പോൾ സ്പെഷ്യൽ ഡേയിൽ ആരൊക്കെയാണ് സ്പെഷ്യൽ ഡേ ആഘോഷിക്കാൻ ന്യൂസ് 18നോടൊപ്പം ചേരുന്നത് എന്ന് നോക്കാം. ശ്രീകാര്യം സ്വദേശിനിയായ ദുവാ മരിയുടെ 1ാം പിറന്നാളാണ് ഇന്ന്. ആശംസകൾ അറിയിക്കുന്നത് വാപ്പ ഷഫീഖും ഉമ്മ സുരിയയുമാണ്. അപ്പോൾ ദുവമോക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എ വെരി ഹാപ്പി ബർത്ത്ഡേ മോളെ. ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും ബർത്ത്ഡേ വിഷസും മോളെ അറിയിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ സഹപ്രവർത്തകരായ പ്രവീൺ കല്ലറയുടെ ജന്മദിനം കൂടിയാണ്. ഞങ്ങളുടെ PCR-ലെ സ്വിച്ചിങ് വിഭാഗത്തിലാണ്, സ്വിച്ചറായിട്ടാണ് പ്രവീൺ കല്ലറ ഞങ്ങൾക്കൊപ്പം വർക്ക് ചെയ്യുന്നത്. എന്തായാലും പ്രായം എത്രാമത്തെ ബർത്ത്ഡേ ആണെന്ന് പറയുന്നില്ല, പ്രായം വെളിപ്പെടുത്തുന്നില്ല. കാരണം 28 വയസ്സിന് ശേഷം പ്രവീൺ കല്ലറയ്ക്ക് പ്രായമാകുന്നില്ല, അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങുന്നില്ല എന്നാണ് കല്ലറ എപ്പോഴും ഞങ്ങളോട് പറയാറുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല എത്ര വയസ്സായി ഇപ്പോൾ എന്നുള്ളത്. എന്തായാലും പറഞ്ഞ് കൂടുതൽ നാണം കെടുത്തുന്നില്ല. കല്ലറ എന്നാണ് ഞങ്ങൾ സ്നേഹത്തോടെ പ്രവീൺ കല്ലറയെ വിളിക്കുന്നത്. അപ്പോൾ കല്ലറയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എ വെരി ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ കല്ലറയുടെ വൈഫ് രാഖിയെയും മകളെയാണ് പ്രേക്ഷകർ കാണുന്നത് ഈ ഫോട്ടോയിൽ. അപ്പോൾ പ്രവീൺ കല്ലറയ്ക്ക് എ വെരി ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ രാവിലെയിൽ ഇനി കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ കാണാം. പോലീസ് പെട്രോളിൽ ടോം കുര്യാക്കോസ് ചേരും.